لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. صدق الله مولانا العلي العظيم. സ്നേഹാദരണീയരും ബഹുമാന്യരുമായ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ അധ്യക്ഷൻ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അവരുകളെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെയും സുന്നി യുവജന സംഘത്തിൻ്റെയും സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ്റെയും ഒക്കെ കർമ്മധീരരായ പണ്ഡിത നേതാക്കൾ, ഈ മഹത്തായ അറബിക്കടലിൻ്റെ തീരത്ത് വലിയ ഒരു മനുഷ്യസാഗരം തീർത്ത പ്രിയപ്പെട്ട പ്രസ്ഥാനിക പ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഒട്ടേറെ സമയമായി നിങ്ങളെല്ലാവരും നമ്മുടെ പ്രസ്ഥാന പ്രവർത്തനത്തിൽ മഹാന്മാരുടെ പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ടതിൽ ലയിച്ചിരിക്കുകയാണ്. ഈ മഹത്തായ കടപ്പുറത്ത് ഇതുപോലെ ഒരു സമ്മേളനം നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട മാനുമുസ്ലിയാർ നമ്മളോട് വിട പറഞ്ഞ രംഗം ഓർക്കുകയാണ്. അള്ളാഹു ആ മഹാനവറുകൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ചെമ്പരിക്ക ഉസ്താദ് പോലെയുള്ള സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളടക്കമുള്ള മഹത്തുക്കൾ നമ്മെ വിട്ടുപിരിഞ്ഞു. ആ മഹാത്മാക്കൾക്കൊപ്പം നാളെ അള്ളാഹുവിൻ്റെ സ്വർഗ്ഗലോകത്ത് പ്രവേശിക്കാൻ പടച്ചറബ് നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ. വളരെ ദീർഘമായ ഒരു പ്രഭാഷണമല്ല ഞാൻ നിർവഹിക്കുന്നത്. ഈ സന്ദർഭത്തിൽ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ എന്ന പ്രസ്ഥാനം രൂപം കൊണ്ട പശ്ചാത്തലം എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാർ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണെന്ന് തോന്നുന്നതുകൊണ്ടും അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ സൂചിപ്പിച്ചതുകൊണ്ടും തൽവിഷയകമായി വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എൻ്റെ പ്രബുദ്ധരായ സഹപ്രവർത്തകർക്ക് പകരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കൂട്ടത്തിൽ പറയട്ടെ, നമ്മുടെ മഹാസമ്മേളനത്തിൻ്റെ ഭാഗമായി നമ്മൾ സംഘടിപ്പിച്ച ആ മഹത്തായ ക്യാമ്പിൻ്റെ പ്രാരംഭഘട്ടത്തിൽ രാത്രി മഴ പെയ്തപ്പോൾ ഒന്ന് രണ്ട് തടുക്കുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഓലകൾ പാറിപ്പോയപ്പോൾ ഈ സമ്മേളനം നിർത്തിവെച്ചു എന്ന് പ്രചരിപ്പിച്ച ആളുകളുണ്ട്. അത്തരം ആളുകളോട് എനിക്ക് ആവർത്തിച്ച് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഇവിടെ പറഞ്ഞ ഒരു വാചകമാണ്. ഈ മഹാസംഗമം ഇതിനെ എതിർക്കുന്നവർക്കും അതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ശക്തി മനസ്സിലാക്കിയിട്ടില്ലാത്തവർക്കും വളരെ വ്യക്തമായ ഒരു പാഠമാണ്. കേവലം കാറ്റടിച്ചാൽ ഓല പറക്കും, അത് സ്വാഭാവികമാണ്. കാറ്റടിച്ചാൽ ഓല പകർക്കും, അതുപോലെ തന്നെ പന്തൽ തകരും. ആ മഹത്തായ സമ്മേളനം നിർത്തിവെച്ചു എന്ന് പോലും പ്രചരിപ്പിച്ചുകൊണ്ട് പത്രങ്ങളിൽ എഴുതിയ ആളുകളുണ്ട്. അവർക്ക് SKSF-നെ കുറിച്ചോ അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ അതിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചോ അറിയില്ല എന്ന് മാത്രമാണ് സൂചിപ്പിക്കാറുള്ളത്. അതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ പത്രപ്രവർത്തനം. ഇപ്പോൾ ചില ആളുകൾക്ക് പത്രപ്രവർത്തന രംഗം പോലും മലീമസമാക്കിയ ആളുകൾ, ഞാൻ അവരെക്കുറിച്ച് കൂടുതൽ പറയുകയല്ല, മറിച്ച് നമ്മുടെ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണ പശ്ചാത്തലത്തിലേക്ക് ഈ സദസ്സിലെ ബഹുഭൂരിപക്ഷം ആളുകളും ചെറുപ്പക്കാരായതുകൊണ്ട് അവരെ കൊണ്ടുപോകേണ്ട ഒരു അനിവാര്യതയുണ്ട്. 21ാം വാർഷികമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഈ 21 വർഷം മുമ്പ് 1989 സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ എന്ന സംഘടന പിറന്നു വീടുമ്പോൾ അന്ന് ഏകദേശം ഒരു 15 വയസ്സ് പ്രായമുള്ള ആൾക്ക് മാത്രമേ അല്പമൊരു പക്വതയോടുകൂടി അന്നത്തെ സാഹചര്യത്തെക്കുറിച്ച് ഓർക്കാൻ കഴിയും. അല്ലാത്തവർക്ക്, അതിനേക്കാൾ അന്ന് പ്രായം കുറവുള്ള ആളുകൾക്ക് ആ കാര്യത്തെക്കുറിച്ച് ഓർക്കാൻ കഴിയില്ല എന്ന ബോധം കൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഈ 21ഉം 15ഉം കൂട്ടി ഏകദേശം നമ്മുടെ സമൂഹത്തിൽ ഒരു 35-40 ആളുകൾക്ക്, 35-ന് താഴെയുള്ള ആളുകൾക്ക് ഒരിക്കലും ഈ ചരിത്രം അറിയില്ല. എന്തിന് SKSF രൂപീകരിച്ചു? ഇവിടെ കേരളത്തിൽ ഒരു വിദ്യാർത്ഥി സംഘടന ഉണ്ടായിരുന്നല്ലോ. ആ വിദ്യാർത്ഥി സംഘടന ഉണ്ടായിരിക്കെ പിന്നെ ഒരു പുതിയ വിദ്യാർത്ഥി സംഘടന എന്തിന് നിലവിൽ വന്നു എന്ന് ചിന്തിക്കുന്നവരും ചോദിക്കുന്നവരും ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിലുണ്ടാകും. അവരോട് പറയുന്നു, ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഒരു വിദ്യാർത്ഥി വിഭാഗം പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജിൽ വെച്ച് 1973 രൂപീകരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ വേദിയിലുണ്ടായിരുന്ന ഈ മഹാസമ്മേളനത്തിന്റെ സ്വാഗത സംഘത്തിന്റെ അമരത്തിരുന്ന പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളായിരുന്നു SSF-ന്റെ പ്രഥമ പ്രസിഡന്റ്. അദ്ദേഹമാണ് SSF-നെ ആദ്യമായി നയിച്ചത്. ആ മഹാനുഭാവൻ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ പൂർവ്വഭാഗമായ, അല്ലെങ്കിൽ അതിന്റെ ആദ്യ സംഘടനയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദർശമനുസരിച്ച് പ്രവർത്തിച്ചിരുന്ന SSF-ന്റെ നേതൃപദവിയിലിരിക്കെ ആ സംഘടന വഴിമാറി സഞ്ചരിക്കുകയും മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ മലപ്പുറത്ത് ഒരു കൗൺസിലിൽ വെച്ച് പരസ്യമായി ഇരുത്തി കേരളക്കരയിലെ മുസ്ലിങ്ങൾക്ക് ഒരിക്കലും പരിചയമില്ലാത്ത വിധം മഹാനായ സയ്യിദിന്റെ പേരിൽ രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചുകൊണ്ട് നിരവധി കത്തുകൾ വായിക്കുകയും
ബഹുമാനപ്പെട്ടവരെ വേദനിപ്പിക്കുകയും ചെയ്ത പ്രത്യേക സാഹചര്യത്തിൽ 1979 നവംബർ മാസം 6-ാം തീയതി ആ സംഘടനയുടെ കൗൺസിലിൽ നിന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ രാജിവെച്ച് ഇറങ്ങിപ്പോരുകയാണ് ഉണ്ടായത്. ഈ ജനക്കാട് സയ്യിദ് കുടുംബത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു സയ്യിദ് നേതൃപദവി ഏൽപ്പിച്ചിട്ട് അത് രാജിവെച്ച പാരമ്പര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ രാജിവെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഒരു സംഘടന മാത്രമേ ഉള്ളൂ. ഇന്ന് കിടന്നുറങ്ങുന്ന മുഴുവൻ ആളുകളെയും ഉണർത്താനും ശല്യമുണ്ടാക്കാനും യാത്ര നടത്തുന്ന ആളുകൾ, അവരാണ് സത്യത്തിൽ അതിന്റെ അപകടകാരികൾ. പാണക്കാട് സയ്യിദ് കുടുംബത്തിൽപ്പെട്ട ഒരു മഹാൻ രാജിവെച്ച് ഇറങ്ങിപ്പോന്ന ഒരു സംഘടനയും പിന്നെ ഗുരുത്വം പിടിക്കുന്ന പ്രശ്നമില്ല എന്ന് ഏത് സാധാരണക്കാരനും അറിയാം. എന്തുകൊണ്ട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ രാജിവെച്ചു? അദ്ദേഹത്തിന് സുന്നിസം കുറവായിരുന്നോ? സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾക്കും പാണക്കാട് കുടുംബത്തിനും സുന്നിസം കുറവുണ്ടോ? ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പ്രവർത്തകർ കേരളക്കരയിലെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്ന ആദർശം ശരിക്കും പ്രാവർത്തികമാക്കുന്ന ഒരു കുടുംബമാണവർ. നിങ്ങൾ അവിടെ ചെന്ന് നോക്കൂ. അവിടെ കടന്നു വരുന്ന ആർക്കും കാണാം, ഉറുക്കെഴുതുന്നു, നൂല് ഊതി കൊടുക്കുന്നു, വെള്ളം മന്ത്രിച്ചു കൊടുക്കുന്നു, ദുആ ചെയ്ത് കൊടുക്കുന്നു, മക്തബകളുടെ ജിയാറത്തിന് നേതൃത്വം നൽകാൻ അവരെ കൊണ്ടുവരുന്നു. എല്ലാ പ്രവർത്തനങ്ങളിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നമ്മുടെ പൂർവ്വപാതയായി സമൂഹത്തെ എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ ആ പഠിപ്പിച്ച പ്രവർത്തനങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവർക്ക് മാതൃകാപരമായി കാണിച്ചു കൊടുത്ത് വളരെ മനോഹരമായി അവർക്ക് ഒഴിവ് കിട്ടുന്ന നിമിഷം മുഴുവൻ വീട്ടിലിരുന്നു കൊണ്ട് ഈ പ്രവർത്തനം ചെയ്യുന്ന ആളുകൾക്ക് സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം കുറഞ്ഞു പോയി എന്നാരും പറയില്ലല്ലോ. പിന്നെ എന്തിനാ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ആ സംഘടനയുടെ പ്രസിഡന്റ് പദവി വലിച്ചെറിഞ്ഞത്? വേദനയോടുകൂടി അദ്ദേഹം അതിന് ഇറങ്ങിപ്പോന്നത്. തങ്ങളിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ. അദ്ദേഹത്തോട് ചോദിച്ചാൽ വളരെ മനോഹരമായി അദ്ദേഹം പറഞ്ഞു തരും. ആ സാഹചര്യം എന്ന് പറയുന്നത് അവരുടെ ഭരണഘടനയിൽ ദുരുപദിഷ്ടമായി അവർ പ്രത്യേകമായ ചില വകുപ്പുകൾ കൊണ്ടുവന്നു. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കാൻ പാടില്ല, മത്സരിക്കാൻ പാടില്ല, രാഷ്ട്രീയ പ്രവർത്തന രംഗത്തുള്ള ആരും ഈ സംഘടനയുടെ തലപ്പത്ത് വരാൻ പാടില്ല. അത്തരമൊരു വാദഗതി കൊണ്ടുവരികയും അത് ഭരണഘടനയിൽ എഴുതി ചേർക്കുകയും കൗൺസിലിന്റെ പോലും അനുമതിയില്ലാതെ പ്രത്യേകം ഭരണഘടന തിരുത്തി എഴുതുകയും ചെയ്ത സാഹചര്യം ബഹുമാനപ്പെട്ട തങ്ങളടക്കം ഒരുപാട് നേതാക്കളെ വിഷമിപ്പിച്ചു. പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ രാജിവെച്ചതോടുകൂടി ആ സംഘടനയോടുള്ള പ്രവർത്തനത്തിൽ പല ആളുകൾക്കും മടുപ്പ് തോന്നി. പലരും മാറി ചിന്തിച്ചു. പ്രത്യേകിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ചരിത്രത്തിൽ 1979 വലിയ ഒരു നാഴികക്കല്ലായിരുന്നു. 1979 ഈ വിഘടനവാദം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുമ്പാകെ ഒരു ആൾ, അല്ലെങ്കിൽ ഇന്ന് അഖിലേന്ത്യാ ജംഇയ്യത്തുൽ ഉലമയുടെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി, ഞാൻ പറയാതെ തന്നെ അദ്ദേഹത്തെ നിങ്ങൾക്കറിയാം, അദ്ദേഹമാണ് ഈ വാദഗതി ആദ്യമായി കൊണ്ടുവന്നത്. അതിനു മുമ്പ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ അഭിപ്രായാന്തരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1965 തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തീരുമാനമെടുത്തപ്പോൾ ആ തീരുമാനം പരസ്യമായി പത്രത്തിലൂടെ ജനങ്ങൾ അറിയിച്ചപ്പോൾ ആ തീരുമാനത്തിൽ വിദ്വേഷമുണ്ട്, അല്ലെങ്കിൽ അതിനോട് വിയോജിച്ച് കേരളത്തിലെ ആധികാരിക പണ്ഡിത നിരയിലുള്ള പ്രഗത്ഭരും പ്രമുഖരുമായിരുന്ന ചില ആളുകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയോട് വിയോജിച്ചു. കാസർഗോഡ് ഖാദി അവറാ മുസ്ലിയാർ മുതൽ കുറ്റിപ്പുറം അബ്ദുൽ മുസ്ലിയാർ മുതൽ കുട്ടി മുസ്ലിയാർ മുതൽ അന്ന് ജീവിച്ചിരുന്ന പ്രമുഖരായ പ്രോജ്വല പണ്ഡിതന്മാർ, ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട പണ്ഡിതന്മാർ ആരാണെങ്കിലും ശരി, ആ പണ്ഡിതന്മാരൊന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് 1965 തീരുമാനപ്രകാരം മാറി നിന്ന ആ പണ്ഡിതന്മാരുടെ രോമത്തിന് വരെയുള്ളവരല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് മാറി ചിന്തിച്ച ആളുകൾ മാന്യന്മാരായിരുന്നു. അവർ മാന്യമായ പ്രവർത്തനം നടത്തി. അവർ പുതിയൊരു സംഘടന രൂപീകരിച്ചു, വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചു. ആ വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചതിന് ശേഷം അവരുടെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അവർ ഉത്തരേന്ത്യയിൽ നിന്നും തബ്ലീഗ് ജമാഅത്തിന്റെ പുസ്തകങ്ങൾ കൊണ്ടുവന്നു. ആ പുസ്തകങ്ങൾ വെച്ചുകൊണ്ട് അവർ പഠിച്ചിട്ട് അവർ പറഞ്ഞു, സമസ്ത പറഞ്ഞത് വളരെ ശരിയാണ്. അതവർക്ക് ബോധ്യപ്പെട്ടു. ഒരു സംഘടന ഉണ്ടാക്കി എന്നതുകൊണ്ട് അതിൽ വാശി പിടിച്ചുകൊണ്ട് കടിച്ചു തൂങ്ങി നിൽക്കുന്നതിന് പകരം പണ്ഡിതന്മാരുടെ മാന്യത, പക്വത അവർ ശരിക്കും പ്രകടിപ്പിച്ചു. നമുക്ക് സമസ്ത പറഞ്ഞ വഴിക്ക് നീങ്ങാം. അവർ സംഘടനാപരമായി അതിന്റെ പ്രവർത്തനം നിർത്തിവെച്ചു. അതിനുശേഷം 1967 നിങ്ങൾക്കറിയാമല്ലോ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സദഖത്തുൽ മുസ്ലിയാർ, അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കുമാറാവട്ടെ, വലിയ പണ്ഡിതനായിരുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ നയിച്ച മഹാൻ, ആ മഹാൻ ലൗഡ് സ്പീക്കർ ഖുത്ബക്ക് ഉപയോഗിക്കാമോ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ അദ്ദേഹം വ്യക്തിപരമായി അതിനോട് വിയോജിച്ചു. അദ്ദേഹം വിയോജിപ്പ് രേഖപ്പെടുത്തി. 40 ആളുകളെ വായ കൊണ്ട് തന്നെ കേൾപ്പിക്കണം, ലൗഡ് സ്പീക്കർ പോരാ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വാദഗതി ഉന്നയിച്ചപ്പോൾ അത് മുക്കബ്ബിറു സൗത്താണെന്ന് പറഞ്ഞുകൊണ്ട് മഹാപണ്ഡിതന്മാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ അഭിപ്രായം രേഖപ്പെടുത്തിയപ്പോൾ ബഹുമാനപ്പെട്ടവർ അതിനോട് വിയോജിച്ചു, മാന്യത കാണിച്ചു. 100% മാന്യത. അദ്ദേഹത്തിന്റെ മാന്യത കണ്ടു, സംഘടിച്ചു, വ്യക്തിപരമായി തീരുമാനത്തെ എതിർത്തു. വളരെ വലിയ ഔന്നത്യം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം സംഘടനയിൽ നിന്ന് രാജിവെച്ച് പുറത്തുപോയി മറ്റൊരു സംഘടന രൂപീകരിച്ചു. ഈ 2 സംഘടനകളിൽ നേരത്തെ പറഞ്ഞ സംഘടന നാമാവശേഷമായി. അതുപോലെ തന്നെ രണ്ടാമത് രൂപീകരിച്ച സംഘടന 1967 സംഘടന
ആ സംഘടന ഇന്ന് നാമമാത്രമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നാമത്തെ സംഘടനയെക്കുറിച്ച് ഈ കോഴിക്കോട്ട് വെച്ച് തന്നെ കുറ്റിച്ചിറയിൽ വെച്ച് ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങൾ 1966 പരസ്യമായി പറഞ്ഞു, നമുക്ക് അഖിലയും വേണ്ട കോകിലയും വേണ്ട, അഖില അകലെ എന്ന ഒരൊറ്റ പ്രസംഗം. പാണക്കാട്ടെ പൂക്കോയ തങ്ങളുടെ ആ വാക്കോടുകൂടി അഖില കേരള ജംഇയ്യത്തുൽ ഉലമ ഒന്നുമല്ലാതായി. സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമ ഇന്നും നാമമാത്രമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ കേരളത്തിലെ സാധാരണക്കാരനെ വ്യാപകമായി അത് ബാധിച്ചില്ല. കേരളത്തിലെ സാധാരണക്കാരന്റെ പള്ളിയെയോ മദ്രസയെയോ അവന്റെ ദീനീ പ്രവർത്തനത്തെയോ വളരെ കൂടുതൽ ബാധിക്കുന്ന ഒരു പ്രശ്നമുണ്ടായില്ല. അതുകൊണ്ട് തന്നെ നാട്ടിൽ അത് വലിയൊരു ദുരന്തം സൃഷ്ടിച്ചില്ല. മാറി ചിന്തിച്ചവർ മാന്യന്മാരായതുകൊണ്ട് ആ മാന്യത അവരുടെ പ്രവർത്തനത്തിൽ ശരിക്കും പ്രകടമായി. എന്നാൽ അതിനുശേഷം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലേക്ക് ഇന്ന് മറുഭാഗത്ത് നിൽക്കുന്ന സംഘടനയെ നയിക്കുന്ന വ്യക്തി കടന്നു വന്നു. അദ്ദേഹം സമസ്തയിലേക്ക് കടന്നു വരുന്നത് എപ്പോഴാണ്? അതാ നമ്മൾ ചിന്തിക്കേണ്ടത്. 1974 അദ്ദേഹം കടന്നു വരുന്നത്. 1974 അദ്ദേഹം കടന്നു വരുമ്പോൾ സമസ്തയുടെ ചരിത്രം നോക്കൂ നിങ്ങൾ. മറുഭാഗത്ത് നിന്ന് സമസ്ത എന്ന പേരിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ, അതിന്റെ ജനറൽ സെക്രട്ടറി പദത്തിലിരിക്കുന്ന വ്യക്തി 1974 സമസ്തയിൽ വന്നുവെങ്കിൽ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ നവ്വറല്ലാഹു മർക്കദ 1951 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ മുശാവറ മെമ്പറായി കടന്നു വരുന്നത്. 51 മുശാവറ മെമ്പറായ ശൈഖുനയും 74 മുശാവറ മെമ്പറായി ഇദ്ദേഹവും തമ്മിൽ 23 കൊല്ലത്തെ സംഘടന അന്തരമുണ്ട്. ശൈഖുന മുശാവറ മെമ്പറായി 23 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം മുശാവറയിൽ തന്നെ അംഗമാകുന്നത്. മറുഭാഗത്ത് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ബഹുമാന്യനായ തങ്ങളെക്കുറിച്ച് നോക്കൂ നിങ്ങൾ. അദ്ദേഹം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ആകുന്നപ്പോഴാ റയീസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ജീവിച്ചിരിക്കുമ്പോൾ 1926 സമസ്ത രൂപീകരിക്കുന്ന കാലത്ത് 26ാമത്തെ മെമ്പറായി ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് സമസ്തയിൽ മെമ്പറായി എങ്കിൽ നമ്മൾ കാണുമ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറയിൽ പ്രഥമ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജീവിച്ചിരിക്കുന്ന ഏക പണ്ഡിതൻ മഹാനവർകള. ആ സ്ഥാനത്ത് മറുഭാഗത്ത് സമസ്ത എന്ന പേരിൽ പ്രവർത്തിക്കുന്ന സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ബഹുമാന്യരായ തങ്ങൾ 1956 മുശാവറയിൽ വരുന്നത്. 30 വർഷത്തെ വ്യത്യാസമുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറയിൽ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് സ്ഥാനം നേടിയതിന്റെ 30 കൊല്ലം കഴിഞ്ഞിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറയിൽ കടന്നു വന്ന വ്യക്തിയെ പ്രസിഡന്റും 23 കൊല്ലത്തെ വ്യത്യാസമുള്ള ഒരാളെ ജനറൽ സെക്രട്ടറിയുമാക്കി ഒരു സംഘടന രൂപീകരിക്കാനുള്ള പശ്ചാത്തലം എന്തായിരുന്നു? അതാ നമ്മൾ പഠിക്കേണ്ടത്. ആ സംഘടനാപരമായ ഭിന്നിപ്പിന്റെ ഭാഗം തന്നെയായിരുന്നു സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ എന്ന സംഘടനയുടെ പിറവി. എന്തിന് എസ് കെ സഭ രൂപീകരിച്ചു? അത് രൂപീകരിച്ചതിന്റെ പശ്ചാത്തലം 1979 മുതൽ ആരംഭിക്കണം. 1974 ഇദ്ദേഹം മുശാവറയിലേക്ക് കടന്നു വന്ന ശേഷം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയോട് ആദ്യമായി മുശാവറയിൽ ഒരു നിവേദനം കൊടുത്തുകൊണ്ട് ആവശ്യപ്പെട്ടത് ഒന്നുകിൽ സുന്നി യുവജന സംഘത്തെ സമസ്തയുടെ രാഷ്ട്രീയ പാർട്ടിയാക്കണം, അല്ലെങ്കിൽ സമസ്തക്ക് പുതിയൊരു രാഷ്ട്രീയ സംഘടന രൂപീകരിക്കണം. ഞാൻ ഇത്രയും പരത്തി പറയാൻ കാരണം, ഒരു 35 വയസ്സിന്റെ താഴെയുള്ള ആളുകൾക്ക് ഈ ചരിത്രം ഒരുപക്ഷെ പുതിയതായിരിക്കും. അവരതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചിരിക്കില്ല. ചില കാരണവന്മാർക്ക് രണ്ടും സമസ്ത, ചില ചെറുപ്പക്കാർക്ക് എന്തിനാ രണ്ടായി സംഘടിക്കുന്നത് എന്ന ഒരു ചിന്ത. അവിടെയാണ് നമ്മൾ ഹക്കും ബാത്തിലും വേർതിരിച്ച് ശരിക്കും മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞു പോയാൽ പോരാ. നമ്മുടെ മഹല്ലത്തുകൾ ഭദ്രമായി നിൽക്കണം. ദുഷ്പ്രചരണം നടത്തിക്കൊണ്ട് സമൂഹത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ ജനങ്ങളെ വഞ്ചിക്കുന്നവരെ തിരിച്ചറിയണം നമ്മൾ. ആ ബോധനം നമ്മുടെ മഹല്ലത്തിലെ ജനങ്ങൾക്കും പൊതുജനങ്ങൾക്കും പൊതുസമൂഹത്തിനും നമ്മൾ കൊടുക്കണം. അതാണ് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് ഇപ്പൊ ചെയ്യാനുള്ള ഏറ്റവും വലിയ ധർമ്മം. ആരെന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിലയും വിലയുമുള്ളത് സുന്നത്ത് ജമാഅത്തിനാണ്. കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ കൂടെയാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ വേഷം കെട്ടി ആ പേര് പറഞ്ഞ് ജനങ്ങളെ ചൂഷണം ചെയ്ത് സ്ഥാപനങ്ങളെ കൈയടക്കുന്നവർ, അറബി പണം കൊണ്ടുവന്നുകൊണ്ട് പള്ളിക്ക് മുമ്പിൽ പള്ളി ഉണ്ടാക്കി സമൂഹത്തെ കൈയടക്കുന്നവർ, മദ്രസക്ക് സഹായം കൊടുത്ത് അവരുടെ പേരിൽ എഴുതിച്ചുകൊണ്ട് സിലബസ് മാറ്റി മദ്രസ ഉണ്ടാക്കി കൊടുക്കുന്നവർ, അവർ സമൂഹത്തിൽ ചെയ്യുന്ന വൃത്തികെട്ട പ്രവണതകൾക്കെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ട ഉത്തരവാദിത്തം തീർച്ചയായും നമുക്കൊക്കെ ഉണ്ട് എന്ന ബോധ്യത്തിൽ നിന്നാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ എതിർക്കണമെന്ന നിർബന്ധ ബുദ്ധി കൊണ്ടല്ല. ഒരു എതിർപ്പപ്പുറത്തുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന തോന്നൽ കൊണ്ടല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആർക്കും വേണ്ട. ഒരു എതിർപ്പിനപ്പുറത്തിന് ആളില്ലെങ്കിൽ പോലും നമുക്ക് ശരിക്കും മുന്നോട്ട് പോകാൻ കഴിയും. നമ്മുടെ ആദർശം പവിത്രമാണ്, നമ്മുടെ പാത പവിത്രമാണ്. ഞാൻ തിരിച്ചു വരുന്ന പറഞ്ഞ വിഷയത്തിലേക്ക്, നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭ 1925 മുതൽ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച് ജനകീയ അടിത്തറ പാകി ജനങ്ങൾക്കിടയിൽ വിശ്വാസ്യത നേടിയ മഹാപണ്ഡിതന്മാരാൽ വളരെ മനോഹരമായി മുന്നോട്ട് പോകുമ്പോൾ ഇദ്ദേഹത്തിന്റെ ആവശ്യം എന്താണ്? രാഷ്ട്രീയ പ്രവർത്തനം സമസ്ത നടത്തണം, അതിനുവേണ്ടി പുതിയ പാർട്ടി രൂപീകരിക്കണം. എന്നാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുശാവറ ആ അഭിപ്രായം ഒറ്റയടിക്ക് തള്ളി. ആ അഭിപ്രായം തള്ളിക്കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞു, പാടില്ല. സമസ്തക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത് സംഘടനാപരമായി ഇല്ല, വ്യക്തിപരമായി ആകാം. ഈ വേദിയിൽ ഒരുപാട് സഹപ്രവർത്തകരിക്കുന്നുണ്ട്. ഓരോരുത്തർക്കും അവനവന് താല്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാവുന്നതാണ്. ആ രാഷ്ട്രീയ പാർട്ടി മതവിരുദ്ധ പ്രവർത്തനമാകാതിരുന്നാൽ മതി. എന്നാൽ സംഘടനയ്ക്കൊരു രാഷ്ട്രീയമില്ല.
സമത്തയുടെ രാഷ്ട്രീയം ഇന്നതാണെന്ന് ഒരിക്കലും എവിടെയും സമത്ത പറഞ്ഞിട്ടില്ല. വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാമെന്നും സമത്ത പറഞ്ഞു. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ രംഗത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന മഹത്തുക്കൾ സമത്തയെ നയിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയില്ലേ, മഹാനായ സയ്യിദ് തറിമാൻ ബാഫഖി തങ്ങൾ, അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റ് ആയിരുന്നു. ബാഫഖി തങ്ങൾ ഒരു പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പാണ്ഡികശാലയിൽ കോഴിക്കോട്ട് സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറ കൂടിയിരുന്നു. ആരും പറഞ്ഞില്ല സമത്ത ആ പാർട്ടിക്കടിപ്പെട്ടു എന്ന്. മഹാനായ സയ്യിദ് പൂക്കോയ തങ്ങൾ സുന്നി യുവജന സംഘത്തിന്റെ തലപ്പത്തിരുന്നു. മഹാനായ സയ്യിദ് പൂക്കോയ തങ്ങൾ സമത്തയെ നയിച്ചിട്ട് ആരും പറഞ്ഞില്ല അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റ് അല്ലേ, അദ്ദേഹം എങ്ങനെ സുന്നി യുവജന സംഘത്തിന്റെ പ്രസിഡന്റ് ആകും, അദ്ദേഹം എങ്ങനെ മുഷാവറ മെമ്പർ ആകും, ആരും ചോദിച്ചില്ലല്ലോ. ഈ കോഴിക്കോട്ട് മാനാഞ്ചിറ മൈതാനിയിൽ സമ്മേളനം നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മഹാസമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട സൂഫി വര്യനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ പരസ്യമായി ദുആ ചെയ്തു കൊടുത്തു. ആ പാർട്ടിയുടെ ഔന്നത്യത്തിന് വേണ്ടി ആരും പറഞ്ഞില്ല സമത്ത രാഷ്ട്രീയമായി എന്ന്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വേദിയിൽ പ്രസംഗിച്ചു. ആരും പറഞ്ഞില്ല സമത്ത കോൺഗ്രസ് ആയി എന്ന്. അങ്ങനെ ഒരു ആരോപണം സമത്തക്കുണ്ടായിരുന്നില്ല. മറിച്ച് പിന്നെ ആരാണ് ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉടലെടുപ്പിച്ചത്? ആരാണ് ഇതിന് കരുക്കൾ നീക്കിയത്? ഈ രാഷ്ട്രീയ മോഹം വെച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ. സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമുന്നത നായകന്മാർ, വലിയ വലിയ മഹത്തുക്കൾ സമത്തെ നയിച്ച കാലത്ത് പോലും, ശംസുൽ ഉലമയോ കണ്ണിയത്ത് ഉസ്താദോ ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും, അതിനുശേഷം ഇപ്പോഴും യഥാർത്ഥ സമത്ത ഇന്നവർക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാറില്ല, ഇന്നവർക്ക് വോട്ട് ചെയ്യരുതെന്ന് വിലക്കാറുമില്ല. സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആ കാര്യത്തിൽ നിഷ്പക്ഷ സമീപനം സ്വീകരിക്കുന്നു. എന്നാൽ വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാമെന്നും സമത്ത പറയുന്നു. ആ നയത്തിൽ സമത്ത ഉറച്ചു നിൽക്കുമ്പോൾ ഇവർ സുന്നി വോയിസിലൂടെ പരസ്യമായി ഇന്ന സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കണം എന്നെഴുതി. അതിനുവേണ്ടി SSFന്റെ കൊടികെട്ടി പ്രചരണം നടത്തി. കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിലൊക്കെ അവർ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി പടപ്പുറപ്പാട് നടത്തിയത് നമ്മളൊക്കെ നേരിൽ കണ്ടതാണ്. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർക്കുള്ള മറുപടി സുന്നികളല്ലാത്ത എല്ലാ സ്ഥാനാർത്ഥികളെയും പരാജയപ്പെടുത്താൻ സമത്ത തീരുമാനിച്ചിരിക്കുന്നു എന്നാണ്. ഒരിക്കലും സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് അങ്ങനെ തീരുമാനമുണ്ടായിരുന്നില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി അവർ പ്രചരണം നടത്തുമ്പോൾ പത്രക്കാർ ബഹുമാനപ്പെട്ട മർഹൂം KV ഉസ്താദിനെ കണ്ടു. ഷെയ്ഖുന KV ഉസ്താദിനോട് പത്രക്കാർ ചോദിച്ചു, സമത്തക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികളെ ഇലക്ഷനിൽ തോൽപ്പിക്കുന്ന തീരുമാനമുണ്ടോ? ഉസ്താദ് പറഞ്ഞു, ഒരിക്കലും അങ്ങനെയില്ല. എന്തുകൊണ്ടില്ല? മുജാഹിദ് പ്രസ്ഥാനത്തെ തോൽപ്പിക്കൽ കടമയല്ലേ? അദ്ദേഹം പറഞ്ഞു, സ്റ്റേജിലും പേജിലും ആ കർമ്മം നിർവഹിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ എന്തുകൊണ്ട് അവരെ ഇലക്ഷനിൽ തോൽപ്പിക്കുന്നില്ല? ബഹുമാനപ്പെട്ടവർ അതിന് പറഞ്ഞ മറുപടി, കൊണ്ടോട്ടിയിൽ മത്സരിക്കുന്ന ആളാണെങ്കിലും എവിടെ മത്സരിക്കുന്ന ആളാണെങ്കിലും ജയിച്ചു പോകുന്നത് കേരള നിയമസഭയിലേക്കാണ്. കേരള നിയമസഭയിൽ മാലയും മൗലൂദും ജുമുഅ ഖുതുബയൊന്നും ചർച്ച ചെയ്യാറില്ല. അയാൾ പോകട്ടെ, അത് വികസന പ്രവർത്തനമാണ്. ആ കാഴ്ചപ്പാട് അദ്ദേഹം പ്രകടിപ്പിച്ചതോടുകൂടി ആ ചർച്ച അവസാനിച്ചു. അതിന്റെ പിന്നാലെ നടന്ന ആളുകൾ ലഭ്യരായിപ്പോയി. എന്നാലും ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇദ്ദേഹം തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ ലൈൻ തന്റെ അണികളെ കൊണ്ട് ശരിക്കും ഈ സമൂഹത്തിൽ നടപ്പാക്കാനുള്ള ശ്രമം നടത്തി. അങ്ങനെ ഒരു രാഷ്ട്രീയ ധ്രുവീകരണം, ആ രീതിയിലുള്ള ഒരു പോളറൈസേഷൻ ശരിക്കും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കി. അങ്ങനെ അതിന്റെ ഭാഗമായി SSF എന്ന സംഘടനയെ പൂർണ്ണമായും അവർ അവരുടെ വരുതിയിൽ നിർത്താൻ ശ്രമിച്ചു. അതിന്റെ ഭരണഘടന മാറ്റിയെന്ന് മാത്രമല്ല, വീണ്ടും അവർക്ക് താല്പര്യപ്പെടുന്ന രീതിയിൽ അവരിഷ്ടപ്പെടുന്ന ചില ആളുകൾക്ക് മത്സരിക്കാൻ വേണ്ടി പ്രത്യേകമായി ഭരണഘടനാ സമിതിയുടെ താല്പര്യപ്രകാരം അവരതിൽ ചെറിയ മാറ്റം വരുത്തി. അവർക്ക് ആവശ്യമുള്ളവർക്ക് മത്സരിക്കാൻ അനുമതി കൊടുത്തു, ആവശ്യമുള്ള സംഘടനകളെ പിന്തുണക്കാൻ അനുമതി കൊടുത്തു. അതിന് നയാസൂത്രണ സമിതി എന്നൊരു പേര് വിട്ടു. നയാസൂത്രണ സമിതിയുടെ അനുമതിയോടുകൂടി ഈ സംഘടനക്ക് സ്ഥാനാർത്ഥിയെ നിർത്താം, മത്സരിപ്പിക്കാം, പിന്തുണക്കാം. ഒരിക്കലും സുന്നത്ത് ജമാഅത്തിന്റെ വേദിയിൽ ചർച്ച ചെയ്യപ്പെടാൻ പാടില്ലാത്ത കാര്യം. നിങ്ങളൊരു നിമിഷം ഓർക്കണം, രാഷ്ട്രീയ ബന്ധമുണ്ടായി പൊന്നാനിയിൽ ഒരു മുസ്ലിം ലീഗിന്റെ പൊതുയോഗത്തിൽ പ്രസംഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾക്കെതിരെ കത്ത് വായിച്ച് പരസ്യമായി അപമാനിച്ച് ഇറക്കിവിട്ട ആളുകൾ ആ ബഹുമാനപ്പെട്ട തങ്ങൾ പോയതിന്റെ ശേഷം നയാസൂത്രണ സമിതി എന്ന പേരിൽ ഒരു സംഘം രൂപീകരിച്ചുകൊണ്ട് വേണമെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്നും വേണമെങ്കിൽ പിന്തുണക്കാമെന്നും തീരുമാനമെടുത്തപ്പോ മഹാന്മാരായ നമ്മുടെ നേതാക്കൾ, അന്നുണ്ടായിരുന്ന ചെറുപ്പക്കാർ, ഇവിടെ മുക്കമുമ്മർ ഫൈസിയെ പോലെ, ജലീൽ ഫൈസിയെ പോലെ, അതുപോലെ നമ്മുടെ പൂർവി അബ്ദുൽ ഹമീദ് ഫൈസിയെ പോലുള്ള അന്നത്തെ നേതാക്കൾ ഇതിനെക്കുറിച്ച് പഠിച്ച് വളരെ ഗൗരവത്തോടുകൂടി ഒരു കുറ്റപത്രം തയ്യാറാക്കാൻ ഇരുന്ന് ചർച്ച ചെയ്ത് പത്രങ്ങൾക്ക് പോലും നൽകാതെ ഇന്ന തെറ്റുകുറ്റങ്ങൾ അവരിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നേതാക്കൾക്ക് എഴുതി കൊടുത്തു. ഉത്തരവാദപ്പെട്ട ഉസ്താദുമാർ മുഖേന ഉസ്താദുമാരോട് ആലോചിച്ച് പത്രത്തിലൊന്നും ഈ രംഗം വരരുതെന്ന് മനസ്സിലാക്കി ഭദ്രമായി പഠിച്ചെഴുതി കൊടുത്ത റിപ്പോർട്ട്
അവർ ചില പത്രങ്ങൾക്ക് ചോർത്തി കൊടുത്തുകൊണ്ട് ആരോപണങ്ങൾ നിഷേധിക്കുന്ന സമീപനം കൈവന്നു. അത് കൈവന്നപ്പോൾ അവർക്കെതിരെ ചെറിയ ചെറിയ തോതിൽ സംഘടനകൾ രൂപീകരിച്ചു. മഞ്ചേരിയിൽ വെച്ച് ആദ്യമായി ഒരു സംഘടന നിലവിൽ വന്നു. അതോടൊപ്പം തന്നെ ഇവർക്കെതിരെ കുറ്റപത്രം പരസ്യപ്പെടുത്താനും തീരുമാനിച്ചു. ആ രീതിയിൽ SSFന്റെ നയവൈകല്യങ്ങൾക്കെതിരെ നമ്മൾ സംഘടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ സ്വാഭാവികമായും രാഷ്ട്രീയമായ ചേരിതിരിവിലൂടെ സമൂഹത്തെ സംഘടിപ്പിക്കുന്നത്. ആ ഘട്ടത്തിൽ തന്നെയായിരുന്നു എറണാകുളത്ത് ഇവർ സുന്നി യുവജന സംഘത്തിന്റെ സമ്മേളനം വെച്ചതും. ആ സുന്നി യുവജന സംഘത്തിന്റെ സമ്മേളനമായിരുന്നു സത്യത്തിൽ ഈ ചേരിതിരിവിന്റെ സുപ്രധാനമായ ഘടകം. എറണാകുളത്ത് സമ്മേളനം വെച്ചത് സുന്നി യുവജന സംഘം. സുന്നി യുവജന സംഘത്തിന്റെ സമ്മേളനം വെക്കുമ്പോൾ സ്വാഭാവികമായും സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയോട് ആലോചിക്കണ്ടേ? ആലോചിച്ചില്ല. അതിന്റെ സ്വാഗത സംഘം രൂപീകരിക്കുമ്പോൾ എല്ലാവരെയും പരിഗണിക്കണ്ടേ? എന്റെ മുമ്പിൽ നിൽക്കുന്ന ചരിത്രം അന്വേഷിക്കുന്ന ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഈ വസ്തുത ശരിക്കും മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയുടെ പൂർണ്ണാനുമതിയില്ലാതെ എറണാകുളത്ത് വെച്ചൊരു സ്വാഗത സംഘം രൂപീകരിച്ചു. ആ സ്വാഗത സംഘത്തിലേക്ക് അന്ന് ജീവിച്ചിരുന്ന അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രോജ്വല പണ്ഡിതന്മാരെ പലരെയും ക്ഷണിച്ചില്ല. നിങ്ങൾ അന്നത്തെ ചരിത്രം വായിച്ചു നോക്ക്. എറണാകുളത്തുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട MM മുഹീദ്ദീൻ മൗലവി, SSFന്റെ സജീവ പ്രവർത്തകൻ AM പരീദ്, പാണാവള്ളി മുഹമ്മദ് മുസ്ലിയാർ, ക്ലാപ്പന മുഹമ്മദ് മുസ്ലിയാർ, തൃശൂർ ജില്ലയിലെ സുന്നത്ത് ജമാഅത്തിന്റെ ഏറ്റവും വലിയ പ്രവർത്തകൻ MK കുഞ്ഞോമ മുസ്ലിയാർ, മരണപ്പെട്ടു പോയ ബഹുമാനപ്പെട്ട സയ്യിദ് ഹാമിദ് കോയമത്തങ്ങള്, പാലക്കാട് നിന്ന് ബഹുമാനപ്പെട്ട CKM സ്വാദിഖ് മുസ്ലിയാർ, നാട്ടികയിൽ ജോലി ചെയ്തിരുന്ന ബഹുമാനപ്പെട്ട നാട്ടിക മൂസ മൗലവി, ഇവരെ ഒന്നും ആ യോഗത്തിലേക്ക് സ്വാഗത സംഘ യോഗത്തിലേക്ക് ക്ഷണിച്ചില്ല, സ്വാഗത സംഘത്തിൽ ഉൾപ്പെടുത്തിയില്ല. നാട്ടിക മൂസ മൗലവി ചോദ്യം ചെയ്തു, ഇവരൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ സജീവ പ്രവർത്തകരാ. തൃശൂർ ജില്ലാ ജംഇയ്യത്തിന്റെ പ്രസിഡന്റ് എന്താ അല്ലാത്തത്? തൃശൂർ ജില്ലാ സുന്നി യുവജന സംഘത്തിന്റെ പ്രസിഡന്റ് PP യൂസഫ് മുസ്ലിയാർ, അവിടുത്തെ സുന്നി യുവജന സംഘത്തിന്റെ സെക്രട്ടറി VK കുഞ്ഞഹമ്മദ്, അവരൊക്കെ വേണ്ടേ സ്വാഗത സംഘത്തിൽ? ആ ചോദ്യത്തിന് മറുപടിയായി ഉത്തരവാദപ്പെട്ട SYS ചേർന്ന് നിൽക്കുന്നവരാണ്. അവർ രാഷ്ട്രീയ പ്രവർത്തകരാ, അവരെ വേണ്ട, അവരെ അടുപ്പിക്കില്ല എന്ന ധാർഷ്ട്യം കാണിച്ചു. അങ്ങനെ ഒരു സമീപനം കാണിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മൂസ മൗലവി അവസരത്തിനൊത്തുയർന്നു. അദ്ദേഹത്തിന്റെ തന്നെ ഭാഷ കടമെടുത്താൽ ഒരു വടിയെറിഞ്ഞു. അദ്ദേഹം എറണാകുളത്ത് വെച്ചൊരു മധ്യമേഖലാ സുന്നി സമ്മേളനം പ്രഖ്യാപിച്ചു. സഹപ്രവർത്തകർ മനസ്സിലാക്കണം, സുന്നികൾക്ക് 2 സമ്മേളനം, ഒന്ന് മധ്യമേഖലാ സുന്നി സമ്മേളനം, ഒന്ന് തൊട്ടുപുറത്ത് SYSന്റെ സമ്മേളനം. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ ഉണർന്നു. മസ്ലഹത്ത് ചർച്ചകളായി. ചമ്മാട് ബാപ്പുട്ടി ഹാജി അടക്കമുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിൽ പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജിൽ, അതുപോലെ കാരന്തൂർ മർക്കസിൽ മാരത്തോട് ചർച്ചകൾക്കൊടുവിൽ ആ ചർച്ചയുടെ അന്ത്യമെന്നോണം മഹാനായ ശൈഖുന ശംസുൽ ഉലമ ഒരു യോഗം വിളിച്ചുകൂട്ടി കോഴിക്കോട്ട് വെച്ച് വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗം നടക്കുമ്പോൾ തീരുമാനം പറഞ്ഞു. 1988 നവംബർ മാസം 12-ാം തീയതി, കൃത്യമായി തീയതി പോലെ നിങ്ങൾക്ക് കുറിച്ചു വെക്കാം, അത്ര കറക്റ്റാണ് നമ്മുടെ ചരിത്രം. 1988 നവംബർ 12-ന് കോഴിക്കോട്ട് കൂടിയ യോഗത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ, സമത്വയുടെ തറവാട്ടുകാരണവർ, അദ്ദേഹം വളരെ മനോഹരമായി പറഞ്ഞു, സുന്നികൾ 2 സമ്മേളനം നടത്താൻ പാടില്ല, സുന്നികൾക്കൊരു സമ്മേളനം മതി. എല്ലാവരും അത് അംഗീകരിച്ചു. ഒരു തർക്കവുമില്ല, സകലരും അംഗീകരിച്ചു. ഉടനെ തന്നെ ശൈഖുന പറഞ്ഞു, നമുക്ക് ഒരു സമ്മേളനം 2 കൂട്ടർക്കും കൂടി നടത്തണം, ഒരൊറ്റ സമ്മേളനം. ആ സമ്മേളനത്തിന് ഒരൊറ്റ സ്വാഗത സംഘം മതി. അതുകൊണ്ട് മധ്യമേഖലാ സുന്നി സമ്മേളനവും SYSന്റെ സമ്മേളനവും നിർത്തിവെക്കുക, 2ഉം കൂട്ടി ഒരു സമ്മേളനം നടത്തുക. അതിന് പുറമെ ഈ 2 സമ്മേളനം ഒരുമിച്ച് നടത്താൻ 2 സ്വാഗത സംഘത്തിലെ ആളുകളും ഒരുമിച്ച് കൂടി നമുക്ക് ഒരു സ്വാഗത സംഘം ഇവിടെ വെച്ച് രൂപീകരിക്കാം, അതിന്റെ തീയതി കാണാം. ഈ 3 തീരുമാനമെടുത്തുകൊണ്ട് അന്ന് യോഗം പിരിഞ്ഞു. ആ 3 തീരുമാനമെടുത്ത് യോഗം പിരിഞ്ഞപ്പോൾ അതേ മാസം 1988 നവംബർ 19 കോഴിക്കോട്ട് അതേ ഓഫീസിൽ യോഗം വിളിച്ചു. 2 സ്വാഗത സംഘത്തിന്റെ പ്രതിനിധികളെയും വിളിച്ചു, മധ്യമേഖലക്കാരെ വിളിച്ചു, അതുപോലെ തന്നെ SYSന്റെ ആളുകളെ വിളിച്ചു. 2 കൂട്ടരും വന്നു. ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു, കഴിഞ്ഞ യോഗ തീരുമാനമാണ്, 2 സമ്മേളനവും നിർത്തിവെക്കണം. ഇനി നമുക്കൊരു സമ്മേളനമേ ഉള്ളൂ, സുന്നികൾ ഒറ്റക്കെട്ടാണ്. അതുകൊണ്ട് ഒരു സ്വാഗത സംഘം ഇവിടെ വെച്ച് രൂപീകരിക്കും. ആ തീരുമാനം അങ്ങ് പ്രഖ്യാപിച്ചപ്പോ ഈ കോഴിക്കോട് ജില്ലയിൽ നിന്നും ആ യോഗത്തിൽ പങ്കെടുത്ത ഒരു പ്രതിനിധി എഴുന്നേറ്റ് പറഞ്ഞു, SYSന്റെ യോഗം നിർത്തിവെച്ചിട്ടില്ല. ആരോടാ പറയുന്നത്? ശൈഖുന ശംസുൽ ഉലമയോട്. ശൈഖുന പറഞ്ഞു, നിർത്തിവെച്ചല്ലോ, കഴിഞ്ഞ യോഗത്തിൽ തീരുമാനമായതല്ലേ. അവർ പറഞ്ഞു, ഞങ്ങളുടെ നേതാക്കൾ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അപ്പോഴാണ് ശ്രദ്ധിക്കപ്പെട്ടത്, അഖിലേന്ത്യാ നേതാവ് അടക്കമുള്ള ചില ആളുകൾ അതിൽ പങ്കെടുത്തിട്ടില്ല. അവർ ഈ ചെറുപ്പക്കാരായ പ്രവർത്തകരെ വിട്ടുകൊണ്ട് പിന്നിൽ നിന്ന് റിമോട്ട് കൺട്രോൾ നടത്തുകയായിരുന്നു. ആ പ്രവർത്തകർ ആ ചതിയിൽ കുടുങ്ങി. അവർ പറഞ്ഞു, ഞങ്ങൾ സമ്മേളനം നിർത്താൻ അനുവദിക്കില്ല. ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ നമ്മൾ ചിന്തിക്കണോ? ശൈഖുന പറഞ്ഞു, 2 സമ്മേളനം ഒരിക്കലും അനുവദിക്കില്ല. ഒരു സ്വാഗത സംഘം ഇവിടെ വെച്ച് രൂപീകരിച്ച് ഒരു സമ്മേളനം നടത്തും. അതിൽ പ്രതിഷേധം പൂണ്ട് അതേ സദസ്സിൽ വെച്ച് ചരിത്രത്തിലാദ്യമായി സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ക്യാമ്പസിൽ, നിങ്ങൾ ഇവിടെ നിന്ന് വെളിപ്പാടകലെയുള്ള ചക്കരത്തോപ്പ് എന്ന് പറയുന്ന ബുക്ക് ഡിപ്പോ നിൽക്കുന്ന ആ ക്യാമ്പസിൽ ചരിത്രത്തിൽ ആദ്യമായി സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആലിമീങ്ങൾക്കെതിരെ പരസ്യമായി പ്രകടനം. ഘരാവോ,
നേതാക്കളെ പുറത്തു പോകാൻ അനുവദിക്കില്ല, ഞങ്ങളെ സമ്മേളനം നടത്താൻ സമ്മതിക്കാതെ എന്നാണ് അവർ പറയുന്നത്. ആർക്കായി സമ്മേളനം? സമത്തക്ക്. സമത്തയുടെ സമ്മേളനം. സമത്ത വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ നടത്തണോ? മധ്യമേഖലക്കാർ പറഞ്ഞു സമത്ത പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് സമ്മേളനം വേണ്ട. SYSന്റെ പ്രവർത്തകർ, മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യപ്പെട്ട ചില പ്രവർത്തകർ പറഞ്ഞു ഞങ്ങൾ സമ്മേളനം നടത്തും. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുലമ പോലീസിനെ വിളിക്കാൻ പറഞ്ഞു. സമത്തയുടെ ചരിത്രത്തിൽ ആദ്യമായി സമത്തയുടെ ക്യാമ്പസിൽ പോലീസ് വന്നു. നിയമപാലകർ വരേണ്ടി വന്നു. പോലീസ് വന്നുകൊണ്ട് ചോദിച്ചു ഞങ്ങൾ എന്തു ചെയ്യണം? ശൈഖുനാ ശംസുലമ പറഞ്ഞു നിങ്ങളൊന്നും ചെയ്യണ്ട, ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാനുള്ള വഴി ഉണ്ടാക്കി തന്നാൽ മതി, ഒക്കെ സുന്നികളാണ്, ആരെയും ഒന്നും ചെയ്യരുത്. പോലീസുകാരുടെ അകമ്പടിയോടുകൂടി മഹാന്മാരായ ഉലമാ ആ വഴിയിലൂടെ കടന്നു പോകുന്ന രംഗം നിങ്ങളൊന്ന് നോക്ക്. ശംസുലമ ഇങ്ങോട്ട് പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കും. ശംസുലമയുടെ കാറ് കണ്ടാൽ ജനങ്ങൾ എഴുന്നേറ്റ് നിൽക്കും. ആ ശംസുലമക്ക് വഴി നടക്കാൻ അനുവദിക്കൂല പോകാനെന്ന് പറഞ്ഞതാരാ? SSFകാരും ചില SYSകാരും. അതിനെന്താ പറയുക? കവലച്ചട്ടം വിത്തരം അല്ലെങ്കിൽ തമ്മാടിത്തം അതിൽ പറയുക. ആ തമ്മാടിത്തം ചെയ്ത ആളുകൾ ചരിത്രത്തിൽ അനുഭവിക്കുമെന്ന കാര്യത്തിൽ ആർക്കാ തർക്കമുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. പോലീസ് വന്ന് പോലീസ് പ്രൊട്ടക്ഷനോടെ ഉസ്താദുമാർ പുറത്തു പോകേണ്ടി വന്നു. ഉസ്താദുമാർ പുറത്തുപോയി. ആ തീയതി 1988 നവംബർ 19. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ ഗൗരവത്തിലെടുത്ത വിഷയം നിങ്ങൾ ആലോചിച്ച് നോക്ക്. സമത്തയുടെ ചരിത്രത്തിൽ ഒരു BJPക്കാരനോ RSSകാരനോ സമത്തയുടെ ആലിമീങ്ങളെ വഴി തടഞ്ഞിട്ടില്ല. നിങ്ങളെ പുറത്തു പോകാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞിട്ടില്ല. സമത്തയുടെ ചരിത്രത്തിൽ സമത്തയിലൂടെ വളർന്നു വന്ന ആളുകൾ തലപ്പാവ് വെച്ചുകൊണ്ട് ആലിമീങ്ങൾക്കെതിരെ. ആരാണെന്ന് ആലിമീങ്ങൾ? കണ്ണിയത്ത് ഉസ്താദും ശംസുലമയും. ആ രണ്ട് മഹത്തുക്കൾ അവരോട് അധികാരം കാണിക്കുന്നത്. അവർക്ക് പുറത്തു പോകാൻ പോലീസ് പ്രൊട്ടക്ഷൻ. KC ജമാലുദ്ദീൻ മുസ്ലിയാരെ പോലുള്ള, KK ഉസ്താദിനെ പോലുള്ള പാവപ്പെട്ട ആലിമീങ്ങൾക്ക് പുറത്തു പോകാൻ പോലീസ് പ്രൊട്ടക്ഷൻ. ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. പോലീസ് വന്നു, പ്രൊട്ടക്ഷനോടെ പുറത്തുപോയി. ആലിമീങ്ങൾ യോഗം ചേർന്നു. യോഗം ചേർന്ന ശേഷം അവർ പറഞ്ഞു നമുക്ക് സമസ്ത മുഷാവറ വിളിക്കാം, ഏറ്റവും വലിയ ബോഡി, സമത്തയുടെ പരമോന്നത സഭ വിളിക്കാം. 1988 ഡിസംബർ 1 മുഷാവറക്ക് നോട്ടീസ് കൊടുത്തു. മുഷാവറ കൂടി തീരുമാനമെടുക്കും ഈ വിഷയത്തിൽ. എറണാകുളം സമ്മേളനം വേണോ വേണ്ടയോ? മുഷാവറ പറഞ്ഞാൽ പിന്നെ വേണ്ടല്ലോ. ആ യോഗത്തിന് നോട്ടീസ് കൊടുത്തു. 1988 ഡിസംബർ 1 യോഗം ചേരാൻ മണിക്കൂറുകൾ ബാക്കിയുള്ളപ്പോൾ 11 മണിക്ക് ആരംഭിക്കേണ്ട യോഗത്തിന് 10 മണിയായപ്പോഴേക്കും കോടതിയിൽ നിന്നും ഒരു സന്ദേശമെത്തി. കോടതിയിൽ നിന്നും ഉദ്യോഗസ്ഥൻ കൊണ്ടുവന്നു യോഗം ചേരാൻ പാടില്ല, കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായി സമത്തയെ കോടതി കയറ്റി. അന്ന് അവർ കോടതിയിൽ വാദിച്ചത് സമത്തയുടെ പ്രവർത്തനം ശരിയായ പാതയിലല്ല, സെക്രട്ടറി തന്നിഷ്ടം നടത്തുന്നു, മിനിറ്റ്സ് ഇല്ല, രേഖയില്ല, കണക്കില്ല, അതുകൊണ്ട് സമത്തയുടെ പ്രവർത്തനം നിർത്തിവെക്കണം. സമത്ത കേരള ജംഇയ്യത്തുലമക്കെതിരെ ആദ്യത്തെ ആരോപണം. ഈ സമത്ത എന്ന ആത്മീയ പ്രസ്ഥാനത്തെ ആദ്യമായി കോടതി കയറ്റി. എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ പഠിക്കണം, 35 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ മനസ്സിലാക്കണം. സമത്ത കേരള ജംഇയ്യത്തുലമയെ കോടതി കയറ്റി. വേദനിച്ച ഉസ്താദുമാർ. വിദേഹത്തിന്റെ പ്രവർത്തനം ഇത്ര ശക്തമായ കേരളത്തിൽ ഒരു വിദേഹത്തുകാരനും സമത്തയുടെ പ്രവർത്തനം നിർത്തണമെന്ന് പറഞ്ഞ് കോടതി പോയിട്ടില്ല. ഇവിടുത്തെ BJPക്കാരൻ പോയിട്ടില്ല, ഇവിടുത്തെ RSSകാരൻ പോയിട്ടില്ല. സുന്നത്ത് ജമാഅത്തിന്റെ പേര് പറഞ്ഞ് വളർന്നു വന്ന ആളുകൾ സമത്തയുടെ പ്രവർത്തനം നിർത്തണമെന്ന് പറഞ്ഞ കോടതി അനുവദിച്ചു കൊടുത്തു. കോടതി ഇവന്റെ മറുവാദം കേൾക്കാൻ സമയമുണ്ടാകുന്നവരെ സ്റ്റേ നിലനിർത്തുമല്ലോ. മഹാന്മാരായ ആലിമീങ്ങൾ വിഷമിച്ചു. ആലിമീങ്ങൾ 2 തീരുമാനമെടുത്തു. നിയമപരമായി കോടതിയിൽ ബോധ്യപ്പെടുത്തുക, ജനങ്ങളുടെ കോടതിയിൽ വേറെ കാര്യവും ബോധ്യപ്പെടുത്തുക. അങ്ങനെ കോടതിയിൽ അത് കൈകാര്യം ചെയ്യാൻ ഉത്തരവാദപ്പെട്ട വക്കീലിനെ ഏൽപ്പിച്ചു. സെക്രട്ടറി അതിന്റെ രേഖകളൊക്കെ സമർപ്പിച്ചു. മറുഭാഗത്തോ ഈ കോഴിക്കോട്ടെ മുതലക്കുളം മൈതാനിയിൽ ഒരു വലിയ മഹാസമ്മേളനം സമത്ത വിളിച്ചുകൂട്ടി. ആ മഹാസമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ശൈഖുനാ കണ്ണിയത്ത് ഉസ്താദ് നവറല്ലാഹു മർക്കദ, ആ മഹാനായ മനുഷ്യൻ തന്റെ പ്രഭാഷണം കഴിഞ്ഞ ഉടനെ, തന്റെ പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ അദ്ദേഹം മൈക്കിലൂടെ ഉറക്കെ പറഞ്ഞു, സമത്തക്കെതിരെ കേസ് കൊടുത്തവരെ അല്ലാഹു മുഖം കെടുത്തട്ടെ. ജനങ്ങൾ മുഴുവൻ ആമീൻ പറഞ്ഞു. അതൊരു ചരിത്ര സംഭവമായിരുന്നു. അത് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീന്റെ വാചകമാരോ പറഞ്ഞു കൊടുത്താണെന്ന് പ്രചരിപ്പിച്ചു. അങ്ങനെ പ്രചരിപ്പിച്ചപ്പോൾ കണ്ണിയത്ത് ഉസ്താദ് മലപ്പുറത്ത് ഇന്ന് സുന്നി മഹൽ നിൽക്കുന്ന സ്ഥലത്ത് രണ്ടാമത്തെ ഒരു വിശദീകരണം നടന്നു. ആ സമ്മേളനത്തിൽ കണ്ണിയത്ത് പറഞ്ഞു, എനിക്കാരോ പറഞ്ഞു തന്നിട്ടാണ് ഞാൻ പറയുന്നത് എന്ന് ചിലർ പറഞ്ഞു. ആരും പറഞ്ഞു തന്നിട്ടല്ല, സമത്തെ കോടതി കയറ്റിയവരെ അല്ലാഹു മുഖം കെടുത്തട്ടെ വീണ്ടും പറഞ്ഞു. അപ്പോൾ ഇവര് പറഞ്ഞു കണ്ണിയത്തിന് അത്തുംപിത്തമായിട്ടുണ്ട്, കണ്ണിയത്തിന്റെ ബുദ്ധിക്ക് സ്ഥിരത നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി പ്രകടനം നടത്തി. അങ്ങനെ കണ്ണിയത്തിനെ ചെറുതാക്കാൻ ശ്രമിച്ചു. ശംസുലമയുടെ ആദർശം ചോർന്നുപോയി എന്നവർ പറഞ്ഞു. അതിനവർ കാരണമാക്കിയത് ഈ കോഴിക്കോട് നഗരത്തിൽ ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിം സമൂഹത്തിന്റെ ശരീഅത്ത് സംരക്ഷണത്തിന് വേണ്ടി സമത്ത മുഷാവറ തീരുമാനപ്രകാരം ബഹുമാനപ്പെട്ട ശൈഖുനാ നടത്തിയ ഒരു സമ്മേളനമായിരുന്നു. ഇന്ത്യയിൽ മുസ്ലിം സമൂഹത്തിന്റെ ശരീഅത്ത് ചോദ്യം ചെയ്യപ്പെട്ട സംഭവം നിങ്ങൾക്കറിയാമല്ലോ. ആ ശരീഅത്തിൽ ചന്ദ്രചൂഡിന്റെ വിശുദ്ധ ഖുർആൻ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടുള്ള വിധി നിലവിലുള്ള നിയമത്തെ ഭംഗം വരുത്തുന്നതായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ റൂളിനെ മറികടക്കാൻ പാർലമെന്റിൽ നിയമനിർമ്മാണമല്ലാതെ വേറെ മാർഗമില്ല.
ആ നിയമനിർമ്മാണം പാർലമെന്റ് നടക്കണമെങ്കിൽ രാജീവ് ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന ഭരണകൂടത്തിന് വളരെ മനോഹരമായി മുസ്ലിങ്ങളുടെ സപ്പോർട്ട് ഏത് ഭാഗത്താണെന്ന് അറിയിച്ചു കൊടുക്കണം. അതിന് ഇന്ത്യയിൽ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് രംഗത്ത് വന്നു. സമത്വയും തീരുമാനിച്ചു. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ തീരുമാനിച്ചു ഡൽഹിയിൽ ചെന്ന് നേരിട്ട് ഉത്തരവാദപ്പെട്ട ആളുകളെ കണ്ട് നിവേദനം കൊടുക്കാൻ. അപ്പോഴേക്കും ബഹുമാനപ്പെട്ട സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനം വന്നപ്പോഴേക്കും മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് മൗലാന അബുൽ ഹസൻ അലി നദ്വി സാഹിബിന്റെ നായകത്വത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുസ്ലിങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് സമ്മേളനം നടത്തി ജനങ്ങളുടെ ഈ വികാരം അങ്ങോട്ട് അറിയിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കോഴിക്കോട്ട് ഒരു പ്രതിനിധിയെ പറഞ്ഞയച്ചുകൊണ്ട്, ഞാനിപ്പോഴും ഓർക്കുന്നു ഇബ്രാഹിം സുലൈമാൻ സേഠ്, അദ്ദേഹം അന്ന് പാർലമെന്റ് മെമ്പറാണ്. അവിടെ പാർലമെന്റ് മെമ്പർ എന്ന രീതിയിൽ ഇബ്രാഹിം സുലൈമാൻ സേഠിനെ നദ്വി സാഹിബ് ചുമതലപ്പെടുത്തിയത് പ്രകാരം അദ്ദേഹം പേഴ്സണൽ ലോ ബോർഡ് മെമ്പറാ. അദ്ദേഹം കോഴിക്കോട്ട് വന്ന വെള്ളിമാട് കുന്നിൽ ശൈഖുന ശംസുൽ ഉലമയുടെ വീട്ടിൽ ചെന്നു. ശംസുൽ ഉലമയുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു. ശംസുൽ ഉലമയോട് പറഞ്ഞു, പേഴ്സണൽ ലോ ബോർഡ് അധ്യക്ഷൻ പറഞ്ഞയച്ചതാണ്. നിങ്ങളുടെ പിന്തുണയില്ലാതെ, കേരളത്തിലെ മുസ്ലിമീങ്ങളെ പിന്തുണയില്ലാതെ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ വികാരം അറിയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സമത്വയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സംഘടന. സമത്വയുടെ പിൻബലം വേണം. അഭ്യർത്ഥിച്ചു. സമത്വം എന്തു ചെയ്യണം? ജനറൽ സെക്രട്ടറി തീരുമാനിച്ചു, ഇത് മുസ്ലിങ്ങളുടെ പൊതുപ്രശ്നമാണ്. ഇന്ത്യയിലെ മുസൽമാന്റെ ശരീഅത്ത് സംരക്ഷിക്കുന്ന ഘട്ടം നമ്മൾ മാറി നിൽക്കാൻ പാടില്ല. എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. മുതലക്കുളത്ത് മഹാസമ്മേളനം നടന്നു. സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ശൈഖുന ആദ്യമായി വന്നുകൊണ്ട് പ്രസംഗിച്ചു. ബഹുമാനപ്പെട്ട കോഴിക്കോട്ടെ മരണപ്പെട്ട ഖാദി സയ്യിദ് ശിഹാബുദ്ദീൻ ബിച്ചിക്കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. ആ യോഗം സത്യത്തിൽ ഒരു സുന്നിമയമായിരുന്നു. ശൈഖുന ശംസുൽ ഉലമ ചെയ്ത പ്രസംഗം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ആ യോഗത്തിൽ പങ്കെടുത്തവർ ഇവിടെ ഒക്കെ ഉണ്ടാവും. അദ്ദേഹം പറഞ്ഞു, ഈ സ്റ്റേജിൽ മദ്ഹബിനെ അംഗീകരിക്കാത്ത ഒരുപാട് ഇരിപ്പുണ്ട്. മദ്ഹബ് അംഗീകരിക്കാത്തവർ, ആ മദ്ഹബ് അംഗീകരിക്കാത്തവർ പോലും ഇന്ത്യയിൽ നിലനിൽക്കുന്ന മദ്ഹബ് അനുസരിച്ചുള്ള ശരീഅത്തിന്റെ സംരക്ഷണത്തിൽ ഒറ്റക്കെട്ടാണ്. ഞങ്ങളെ ഭിന്നിപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഞങ്ങൾ ഒന്നാണ്. പരസ്യമായി ശൈഖുന പ്രസംഗിച്ചു, മദ്ഹബിന്റെ ശരീഅത്ത് സംരക്ഷിക്കാൻ ഞങ്ങൾ ഒന്നാണ്. അത് സുന്നത്ത് ജമാഅത്തിന്റെ പ്രസംഗമാണ്. വേറെ ചിലർ അത് പ്രചരിപ്പിച്ചു. ശൈഖുനയുടെ ആദർശം ചോർന്നുപോയി. അദ്ദേഹം മുജാഹിദിന്റെയും ജമാഅത്തിന്റെയും ഒക്കെ കൂടെ ഇരുന്നു. എന്ത് ആദർശമാണ് അദ്ദേഹത്തിനുള്ളത്? അദ്ദേഹം പഠിപ്പിച്ചത് പോലും തിരിച്ചെടുത്തു കൊള്ളട്ടെ എന്ന് പ്രസംഗിച്ച വലിയ ആളുകളുണ്ടായി. നിങ്ങൾ ഗൗരവത്തോടെ ഓർക്കണം. എന്നിട്ട് അത് ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞ മറുപടി, സമത്വക്കൊരു തീരുമാനമുണ്ടായിരുന്നു. സമത്വയുടെ തീരുമാനം എന്ന് പറയുന്നത് ഡൽഹിയിൽ പോയി തീരുമാനം അങ്ങോട്ട് അറിയിക്കലായിരുന്നു. ഉത്തരവാദപ്പെട്ടവരെ കണ്ട് നിവേദനം കൊടുക്കലായിരുന്നു. അതുകൊണ്ട് ഇവിടെ കൂടലല്ല, നമ്മൾ വേറിട്ട് അവിടെ ചെന്ന് അറിയിക്കലാണ് ശരിയെന്ന് അവർ വാദിച്ചു. അതിന് മറുപടിയായി ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ അന്ന് പറഞ്ഞത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം പ്രവർത്തകർക്ക് അതിന് മറുപടി പറഞ്ഞു കൊടുത്തു. മുഷാവറ തീരുമാനമെടുത്തിട്ട് ഡൽഹിയിൽ പോയി ഈ വികാരം അറിയിക്കാൻ. പക്ഷേ നിങ്ങളൊരു കാര്യം ഓർക്കണം, നാട്ടിക മൂസ മൗലവി എന്നത് പരസ്യമായി പ്രസംഗിച്ചിരുന്നു. നമ്മൾ ഒരു തോട്ടം നനക്കുന്നതിന് വേണ്ടി ഒരു ബക്കറ്റും കയറും കൊടുത്ത് നാളെ നീ തോട്ടം മുക്കി നനക്കണം എന്ന് ഒരാളെ ചുമതലപ്പെടുത്തി. അയാൾ നാളെ രാവിലെ മുതൽ ആ കൂലിപ്പണി തുടങ്ങും. തോട്ടം നനക്കാൻ ബക്കറ്റും എടുത്ത് അയാൾ പോകും. ആ സമയത്ത് തലേ രാത്രി നല്ല ഒരു മഴ പെയ്തു. ആ മഴ പെയ്യുമ്പോൾ ആ മഴ കൊണ്ട് നനഞ്ഞാൽ പോരെ, പിറ്റേന്ന് അവൻ ബക്കറ്റ് എടുത്ത് നനക്കണോ? ബഹുമാനപ്പെട്ട ശൈഖുന ചോദിച്ചു. നിങ്ങൾ ഓർത്തു നോക്കണം, ഡൽഹിയിൽ നിന്നും പേഴ്സണൽ ലോ ബോർഡ് പടപ്പുറപ്പാട് ഇങ്ങോട്ട് നടത്തുമ്പോൾ, ഒരു വലിയ മുസ്ലിം മൂവ്മെന്റ് ഇവിടെ നടക്കുമ്പോൾ, പെരുമഴ പോലെ മുസ്ലിങ്ങളുടെ വികാരം അറിയിക്കാൻ ഒരു കൂട്ടർ വരുമ്പോൾ നമ്മൾ അതിന്റെ നേതൃനിരയിൽ ഉണ്ടായാൽ പോരെ? ഒറ്റപ്പെട്ട് പിന്നെ ഡൽഹിയിലേക്ക് അങ്ങോട്ട് പോകണോ? ആ വികാരം ശരിയാണോ? മുസ്ലിം സമൂഹം പ്രതിസന്ധി ഘട്ടത്തിൽ ഒന്നിച്ചു നിൽക്കണ്ടേ? ഭരണഘടന എടുത്തു ധരിച്ചുകൊണ്ട് ശൈഖുന ശംസുൽ ഉലമ പറഞ്ഞു, സമത്വയുടെ ഭരണഘടനയിൽ 5 ഉദ്ദേശ ലക്ഷ്യങ്ങളാണ്. ആ 5 ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്ന് മുസ്ലിം സമുദായത്തിന്റെ മതപരവും സാമുദായികവുമായ അവകാശ അധികാര സംരക്ഷണം എന്നാണ്. സാമുദായികം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നോക്ക്, മതപരം എന്ന് പറഞ്ഞിട്ട് പിന്നെ സാമുദായികം എന്ന് പറയുന്നു. എന്താ ഈ സാമുദായികം? സമൂഹത്തെ മൊത്തം അതിലെല്ലാവരെയും ഒരുമിച്ച് നിർത്തണം. പിന്നെ നിന്നില്ലേ? എയർപോർട്ട് മാർച്ച് നടത്തിയപ്പോൾ ബാബരി പള്ളിക്ക് വേണ്ടി നിന്നില്ലേ? ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം പ്രതിഷേധത്തിന് ഒന്നിച്ചു നിന്നില്ലേ? +2 അനുവദിക്കുമ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് അവഗണിച്ചപ്പോൾ എല്ലാവരും ഒന്നിച്ചു നിന്നില്ലേ? പാഠപുസ്തക പ്രശ്നത്തിൽ ഒന്നിച്ചു നിന്നു. പിന്നെ പാലം വലിച്ചെങ്കിലും ആദ്യം ഒന്നിച്ചു നിന്നില്ലേ? ഗവൺമെന്റ് പേടിപ്പിച്ചപ്പോൾ പാലം വലിച്ചെങ്കിലും ഓർത്തു നോക്കണം. നമ്മുടെ സമൂഹത്തിൽ എല്ലാ രംഗത്തും പിന്നെ അവർ ഒരുമിച്ച് വന്നു. സമത്വക്കെതിരെ എന്താരോപണം ഉന്നയിച്ചോ അതവർ ചെയ്യേണ്ടി വന്നു എന്ന് മാത്രമല്ല, ഈ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പന്ഥാവിനെ നിഷേധിച്ചുകൊണ്ട് പരസ്യ പ്രചരണം നടത്തി. അവസാനം സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറ കൂടുന്നതിന് വേണ്ടി കോടതിയിൽ വക്കീൽ മുഖേന വാദിച്ച് സമത്വയുടെ പ്രവർത്തനം ശരിയാണെന്ന് റെക്കോർഡ് കൊടുത്തു. റെക്കോർഡ് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ഈ സെക്രട്ടറിയെ ഈ പ്രവർത്തനം ഏൽപ്പിക്കരുത്, ഒരു റിസീവറെ ഏൽപ്പിക്കണം. റിസീവർ ഏൽപ്പിക്കണം. സമത്വയുടെ പ്രവർത്തനം റിസീവറിൽ. ആരാ റിസീവർ? റിസീവർ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ തഹസീൽദാർ. ഉദാഹരണമായി നമ്മുടെ നാട്ടില് ഒരു നാരായണൻകുട്ടി നായരാണ് വില്ലേജ് ഓഫീസറെങ്കിൽ സമത്വയുടെ പ്രവർത്തനം അദ്ദേഹത്തെ ഏൽപ്പിക്കണം എന്നാ പറയുന്നത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അതാണ് റിസീവർ. കോടതി പറഞ്ഞു, സമത്വ ഒരു സാമ്പത്തിക സംഘടനയല്ല, ഏൽപ്പിക്കാൻ പറ്റില്ല. സമത്വയുടെ പ്രവർത്തനം ഭദ്രമാണ്. ആ സ്റ്റേ തള്ളി.
സ്റ്റേ തള്ളിയപ്പോൾ വീണ്ടും അപേക്ഷ കൊടുത്തു. 3 തവണ അപേക്ഷ കൊടുത്ത് 3ഉം തള്ളി. കൂട്ടത്തിൽ ഞാൻ പറയുന്നു, പടച്ച റബ്ബിന്റെ തൗഫീഖോടുകൂടി ഇന്ന് വരെ സമത്വക്കെതിരെ കൊടുത്ത കേസ് ഇത്ര വലിയ പണമുണ്ടായിട്ടും ഒന്ന് പോലും വിജയിച്ചിട്ടില്ല എന്ന സത്യം നിങ്ങളുടെ കണ്ണ് തുറപ്പിക്കണം. ഒരു കേസ് പോലും ജയിച്ചിട്ടില്ലല്ലോ. സമത്വക്കെതിരെ കൊടുത്ത ഒരു കേസ് പോലും ജയിച്ചിട്ടില്ല. മാത്രമല്ല, സമത്വ കേരള ജമിയത്തുലമയുടെ സ്റ്റേ നീക്കം ചെയ്തപ്പോൾ മഹാന്മാരായ ഉസ്താദുമാർ അപ്പോഴേക്കും ഡിസംബർ കഴിഞ്ഞ് ജനുവരിയായി. 989 ജനുവരി 16 മുഷാവറ കൂടി. ആ മുഷാവറയിൽ വെച്ച് തീരുമാനിച്ചു, എറണാകുളം സമ്മേളനത്തിന് പോകാൻ പാടില്ല, സമ്മേളനം നടത്താൻ പാടില്ല. മധ്യമേഖല നിർത്തി, SYS നിർത്തിയില്ല. അവർ ധിക്കരിച്ചുകൊണ്ട് സമ്മേളനം നടത്തി. സമ്മേളനം നടത്തിയപ്പോൾ ഫെബ്രുവരി 18 89 ഫെബ്രുവരി 18 സമത്വ മുഷാവറ കൂടി. മുഷാവറ കൂടിയിട്ട് KT മാൻ മുസ്ലിയാർ അവതാരകനും ബഹുമാനപ്പെട്ട CH ഹൈദ്രോസ് മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദഹുമാ, ആ 2 മഹത്തുക്കൾ അനുവാദകനും അവതാരകനുമായി പ്രമേയം കൊണ്ടുവന്നു. കഴിഞ്ഞ യോഗ തീരുമാനമാണ്, എറണാകുളം സമ്മേളനം നടത്താൻ പാടില്ല. നടന്നിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിലെ 6 മെമ്പർമാർ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ 6 പേരുടെ പേരിങ്ങനെ വായിച്ചു. ആ 6 പേരുടെ പേര് വായിച്ചിട്ട് 6 പേരെ അച്ചടക്ക നടപടിക്ക് വിധേയമായി സംഘടനയിലെ പ്രാഥമിക അംഗത്വം നിലനിർത്തിക്കൊണ്ട് നിലവിൽ വഹിക്കുന്ന മുഷാവറ അംഗത്വം അടക്കമുള്ള സ്ഥാനങ്ങളിൽ നിന്ന് നീക്കുന്നു. 6 പേരെ സമത്വം നീക്കി, പ്രാഥമിക അംഗത്വം നിലനിർത്തിക്കൊണ്ട് നീക്കി. എപ്പോഴെങ്കിലും തിരിച്ചു വരാൻ അവസരം കൊടുത്തുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഈ തീരുമാനത്തിൽ സമത്വക്ക് സംഘടനാപരമായി പഴച്ചിട്ടുണ്ടോ? നിങ്ങൾ പറ, സമത്വക്ക് സംഘടനാപരമായി പഴച്ചോ? 2 സമ്മേളനം നടത്തേണ്ട സാഹചര്യം മനസ്സിലായല്ലോ. രാഷ്ട്രീയം കളിച്ചത് മനസ്സിലായല്ലോ. 988 നവംബർ 12 കോഴിക്കോട്ട് യോഗം വിളിച്ച് ഒന്നാക്കാൻ ശ്രമിച്ചു. സ്വാഗത സംഘം വിളിച്ചു. 989 നവംബർ 19 88 നവംബർ 19 ആ യോഗം കലക്കി. പോലീസ് വന്നു. 88 ഡിസംബർ 1 മുഷാവറ വിളിച്ചു. അത് സ്റ്റേ ചെയ്തു. സ്റ്റേ നീക്കിയിട്ട് ജനുവരി 16 മുഷാവറ കൂടി. പോകരുതെന്ന് തീരുമാനിച്ചു. പോയപ്പോൾ ഫെബ്രുവരി 18 പുറത്താക്കി. ഈ 5 തീരുമാനം സംഘടനാപരമല്ലേ? എന്താണ് ഇതിന് കുഴപ്പമുള്ളത്? ഇനി മതപരമായി നോക്കൂ നിങ്ങൾ. മതപരമായി പോലും ഓരോ വിഷയത്തിനും മാനദണ്ഡമുണ്ടല്ലോ. വിവാഹം കഴിച്ചാൽ ഒത്തുപോകുന്നില്ലെങ്കിൽ പിരിയും. എന്താ മാനദണ്ഡം? ആദ്യമായി അങ്ങ് പിരിയലല്ലോ, അതിന്റെ നടപടിക്രമങ്ങൾ ഓരോന്ന് പാലിക്കും. ഭാഗ്യവശാൽ അതും ഇതും ഒരുപോലെ തന്നെ വന്നിരിക്കുന്നു. സാധാരണഗതിയിൽ വല്ലാത്തി തഖാഫൂന നുശൂസഹുന്ന ഫഅഇദൂഹുന്ന, ഉപദേശിക്കണം. പിന്നെ വഹ്ജുറൂഹുന്ന ഫിൽ മദാജി, കടപ്പറയിൽ വടിയണം. പിന്നെ വദരിബൂഹുന്ന, അടിക്കണം. പിന്നെ 2 കുടുംബത്തിലെ പ്രതിനിധികൾ വന്ന് ചർച്ച ചെയ്യണം, കൗൺസിലിംഗ്. എന്നിട്ട് നടക്കുന്നില്ലെങ്കിൽ 1 തൊലാക്ക് ചെല്ലണം. ഇതേ സമത്വം ചെയ്തുള്ളൂ. 1 തൊലാക്കില്ലി പുറത്തിരുത്തി, അത്രയേ ഉള്ളൂ. ഇതെന്താ സമത്വക്ക് തെറ്റ്? സംഘടനാപരമായി തെറ്റില്ല, മതപരമായി തെറ്റില്ല, പിന്നെ എവിടെയാ? ഇനി ഉറുഫ് എന്താ? നാട്ടു നടപ്പ്. ഒരു മദ്രസയിൽ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികളിൽ 6 പേര് ഗുരുത്തക്കേട് കാണിച്ചു. ഉസ്താദ് പുറത്താക്കി. ആ കുട്ടികൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ ഉസ്താദിനോട് മാപ്പ് പറയണം. തെറ്റ് ഗുരുതരമാണെങ്കിൽ വാപ്പാനെ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് കയറണം. 6 പേര് പുറത്തു നിൽക്കുമ്പോൾ നമ്മൾ 6 ആളുണ്ടല്ലോ. മുറ്റം കുറച്ച് വിശാലമാണ്. നമ്മുടെ ഒരു കുറ്റിപ്പുര വെച്ച് കെട്ടി പുതിയ മദ്രസ ഉണ്ടാക്കി പ്രിൻസിപ്പൾ ആകാം. ഈ കളി പറ്റുമോ? അതാ ഇവർ ചെയ്തത്. നേരെ കോഴിക്കോട് നഗരത്തിൽ അഡ്വക്കേറ്റ് അരവിന്ദാക്ഷ മേനോനെ കണ്ടു. മേനോനോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു സമത്വം വേണം. മേനോൻ ഭരണഘടന ചോദിച്ചു. ഭരണഘടന കൊടുത്തു. ഭരണഘടനയിൽ ഉല്ലേഖിതമാണ്, മിനിമം കോറം 10 മുഷാവറ മെമ്പർമാർ വേണം. മേനോൻ പറഞ്ഞു, നടക്കൂല, നിങ്ങൾ വേറൊരു സംഘടന രൂപീകരിച്ചോ. അവർ ഉടനെ തന്നെ 40 അംഗത്തെ തട്ടിക്കൂട്ടി മുഷാവറ ഉണ്ടാക്കി. ആ മുഷാവറ ഉണ്ടാക്കി അതിന്റെ ഒരു രേഖ കൊടുത്തു. അതിന്റെ റിട്ടേൺ കൊടുത്തു. ആ റിട്ടേൺ കൊടുത്തപ്പോൾ രജിസ്ട്രാർ അത് സ്വീകരിച്ച് രജിസ്ട്രാർ അത് ഫയലിൽ വെച്ചു. എന്നാൽ സമത്വയുടെ ഔദ്യോഗിക രേഖ സമയത്ത് ശംസുലമ കൊടുത്തു. 2 വന്നപ്പോൾ രജിസ്ട്രാർ പരിശോധിച്ചു. രജിസ്ട്രാർ അവരുടേത് തള്ളി, നമ്മുടേത് സ്വീകരിച്ചു. രജിസ്ട്രാർ അതിന് ന്യായം പറഞ്ഞു. 957 മുതൽ ഇത് സമർപ്പിക്കുന്നത് EK അബൂബക്കർ മുസ്ലിയാർ എന്ന വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെത് സ്വീകരിക്കുന്നു, മറ്റേത് തള്ളുന്നു. ഇവർ ഹൈക്കോടതിയിൽ പോയി. ആദ്യം അവർക്ക് അനുകൂല വിധി കിട്ടി. പക്ഷേ ഡിവിഷൻ ബെഞ്ച് നമുക്ക് അനുകൂലമായി വിധിച്ചു. സുപ്രീം കോടതി ശരിവെച്ചു. സുപ്രീം കോടതി പറഞ്ഞു, ഈ സംഘടന നിങ്ങളുടേതാണെന്ന് വാദമുണ്ടെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ ഗോ ആൻഡ് കോമ്പിറ്റന്റ് കോർട്ട്, എവിടെയെങ്കിലും കോർട്ട് പോകാം. ഏതെങ്കിലും കോമ്പിറ്റന്റ് കോർട്ട് പോയിട്ട് വാദിച്ചോ. ഒരു കോർട്ടിൽ പോയി വാദിച്ച് നിങ്ങളാണ് സംഘടന എന്ന് തെളിയിക്കാം. ഇന്ന് വരെ അവർ പോയിട്ടില്ല. ബഹുമാനപ്പെട്ട ശംസുലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരിങ്ങനെ സമത്ത എന്ന പേര് പറഞ്ഞു നടക്കുമ്പോ ഷെയ്ഖുനായോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ബഹുമാനപ്പെട്ട ഷെയ്ഖുന അവരിങ്ങനെ ഈ പേര് പറഞ്ഞു നടക്കുന്നു, നമ്മൾ എന്ത് ചെയ്യും? അന്ന് ഷെയ്ഖുന അതിന് പറഞ്ഞു തന്നൊരു മറുപടി ഉണ്ട്.
അവരങ്ങനെ പറയട്ടെ. ഈ നറുറോട്ടിലൂടെ ഒരാൾ സമത്തയുടെ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞ് നടന്നാൽ, ഒരാൾ സമത്തയുടെ സെക്രട്ടറി ആണെന്ന് പറഞ്ഞ് നടന്നാൽ എന്താ പ്രശ്നം? ഒരാൾ ഈ റോഡിലൂടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞ് നടന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആൾക്കെതിരെ കേസ് കൊടുക്കാൻ വരുമെന്ന് ചോദിച്ചു ഷെയ്ഖുന. രസകരമായ ഒരു സംഭവം പറഞ്ഞു അദ്ദേഹം അന്ന് രസകരമായ ഒരു സംഭവം പറഞ്ഞു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പണ്ട് കുതിരവട്ടത്ത് വന്നു. അദ്ദേഹം ചിത്തരോഗികളെ കണ്ടിങ്ങനെ നടക്കാൻ, മാനസിക രോഗികളെ കണ്ടിങ്ങനെ നടക്കുന്ന കൂട്ടത്തിൽ ഈ ജില്ലാ കളക്ടർ അടക്കമുള്ള ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇദ്ദേഹത്തെ കൊണ്ടു നടന്ന് കാണിച്ചത് ചാച്ചാ നെഹ്റുവാണ്, നെഹ്റുജിയാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് എന്നൊക്കെ തന്നെ പറഞ്ഞു കൊടുത്തു. ചില ഭ്രാന്തന്മാർ ചിരിച്ചു, ചിലർ കരഞ്ഞു, ചിലർ നിർവികാരരായി നിന്നു. ഇത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അവ രോഗം സുഖമായി വരുന്ന രോഗി പറഞ്ഞു, അത് ഇവിടെ വരുമ്പോ എല്ലാവരും അങ്ങനെയാ പറയാ, പോകുമ്പോഴേക്ക് സുഖമായിക്കോളും എന്ന് പറഞ്ഞു. പറയല്ലോ, നിങ്ങൾ അതിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. സമുദായത്തിന്റെ കേസെടുത്തുകൊണ്ട് അവർക്കെതിരെ കേസ് കൂടണ്ട. ബഹുമാനപ്പെട്ട ഷെയ്ഖുന പറഞ്ഞു, ഇവർ വേറിട്ടൊരു സംഘടന രൂപീകരിച്ചു. ആ സംഘടന രൂപീകരിച്ചുകൊണ്ട് ചെയ്ത പ്രവർത്തനം എന്താണ്? ആദ്യമായി ചെയ്ത പ്രവർത്തനം അന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫെബ്രുവരി 18 മുഷാവറ തീരുമാനമെടുത്ത് 6 പേരെ പുറത്താക്കി. അതിന്റെ പിറ്റേ ദിവസമാണ് SSF നിന്നും നമ്മൾ SKSSF വേർതിരിച്ചെടുത്തുകൊണ്ട് സത്യത്തിന്റെ ധ്വജം പിടിച്ചുകൊണ്ടൊരു സംഘടന മുന്നോട്ട് വരുന്നത്. ആലിമീങ്ങളെടുത്ത തീരുമാനത്തിന്റെ പിറ്റേ ദിവസം നമ്മൾ എടുത്തു ചാടിയിട്ടില്ല, നമ്മൾ ആരെയും ധിക്കരിച്ചിട്ടില്ല. ശംസുലമയുടെയും കണ്ണിയത്തിന്റെയും കൂടെ പാറ പോലെ ഉറച്ചു നിന്നു. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം, കേരളത്തിലെ ജനങ്ങൾക്ക് സുന്നത്ത് ജമാഅത്ത് പഠിപ്പിച്ചു കൊടുത്തത് ഈ മഹത്തുക്കളാണെങ്കിൽ ആ പാത സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയും പിഴച്ചു പോയിട്ടില്ല എന്ന് അന്തസ്സോടുകൂടി പറയാൻ നമുക്ക് കഴിയും. നമുക്ക് എവിടെയും പിഴച്ചിട്ടില്ല. ആ മഹാന്മാരുടെ പാതയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നോക്ക്, അവരാദ്യമായി ചെയ്ത പ്രവർത്തനം വിദ്യാഭ്യാസ ബോർഡിന്റെ ഓഫീസ് മാവൂർ റോഡിൽ ആരംഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. മാവൂർ റോഡിലേക്ക് പണമയക്കാൻ പറഞ്ഞു മുഅല്ലിങ്ങളോട്. അപ്പോൾ സമസ്ത രംഗത്ത് വന്നു. കണ്ണിയത്ത് ഉസ്താദിനെയും ശംസുലമയെയും അംഗീകരിക്കുന്നു എന്നൊരു പത്രം ഒപ്പിട്ടേ മദ്രസയിൽ ജോലി ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ജോലി ചെയ്യാൻ നിർബന്ധിതരായി അവർ. അങ്ങനെ ചിലർ മനസാക്ഷിക്ക് വിരുദ്ധമായി ഒപ്പിട്ടുകൊണ്ട് പോലും വഞ്ചന നടത്തി. അവസാനം അവർ ചെയ്ത പ്രവർത്തനം ഈ ഒരു നേതാവിനെ രാഷ്ട്രീയമായി ഉയർത്തിക്കൊണ്ടുവരാൻ ഈ രാജ്യത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ കൂട്ടുപിടിച്ചു. എന്നിട്ട് പരസ്യമായി പല പ്രസംഗങ്ങൾ എന്തൊക്കെയാണ് ഇരുത്തി പുകഴ്ത്തിയത്. ലോകത്ത് ഒരു മനുഷ്യനെ കുറിച്ച് പറയാൻ പാടില്ലാത്ത വിഷയം വരെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. തിരുവമ്പാടിയിൽ വെച്ച് സുരേഷ് ഗൗഡമല്ലേ ഇയാളെ ഇരുത്തിയിട്ട് പ്രസംഗിച്ചു. അങ്ങനെ കുലുങ്ങിച്ചിരിച്ചു. മുസ്ലിം സമുദായത്തിൽ ഇനി ഒരു പ്രവാചകൻ വരികയാണെങ്കിൽ അത് ഇദ്ദേഹമായിരിക്കും പ്രസംഗിച്ചു. അദ്ദേഹം കുലുങ്ങിച്ചിരിച്ചു. കൗമ് വലിയ തക്ബീർ ചൊല്ലി, വമ്പൻ തക്ബീർ. മുസ്ലിം സമൂഹത്തിൽ ഈ ഒരു നബി വരികയാണെങ്കിൽ ഇയാളായിരിക്കും. കൗമ് തക്ബീർ ചൊല്ല. ഗതികേട് നോക്കണം നിങ്ങൾ. അന്ന് അതിന്റെ പിറ്റേ ദിവസം ഈ വിഷയം മൊയ്മോനാജിയോ ബന്ധപ്പെട്ട ആരോ പറഞ്ഞിട്ട് ഞാനന്ന് കോഴിക്കോട് സുന്നി അഫ്ഗാന്റെ ഓഫീസിലുണ്ട് കോഴിക്കോട്ടെ. അന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുനായോട് പറഞ്ഞു, ശംസുലമയോട് പറഞ്ഞു. ശംസുലമ അന്ന് പറഞ്ഞൊരു മറുപടി ഉണ്ട്. എന്താണ് അതിന് കുഴപ്പമെന്ന് ചോദിച്ചു. ഞാനൊക്കെ ബേജാറായിപ്പോയി. എന്താ ഇതിന് കുഴപ്പം? മുസ്ലിം സമുദായത്തിൽ ഒരു പ്രവാചകൻ വരണമെങ്കിൽ അയാളന്ന് പ്രസംഗിച്ചത് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. നമുക്ക് മനസ്സിലാവണില്ല, ഷെയ്ഖുനാന്റെ ബുദ്ധി നമുക്ക് മനസ്സിലാവില്ലല്ലോ. ഞാൻ ചോദിച്ചു, അതെന്താ ഷെയ്ഖുന അങ്ങനെ പറയുന്നത്? ഷെയ്ഖുന പറഞ്ഞു, എടാ, മുസ്ലിം സമുദായത്തിൽ ഇനി ഒരു പ്രവാചകൻ വരികയാണെങ്കിൽ അത് കള്ളപ്രവാചകനായിരിക്കും. കള്ളപ്രവാചകനാണ് ഇയാളെക്കാൾ യോഗ്യനാരാന്ന് ചോദിച്ചു. അതിനേക്കാൾ യോഗ്യനാരാ വേറെ? മുസ്ലിം സമുദായത്തിൽ ഇനി ഒരു പ്രവാചകൻ വരുന്നെങ്കിൽ കള്ളപ്രവാചകൻ ഉറപ്പല്ലേ? അതിന് യോഗ്യൻ ഇയാളല്ലാതെ വേറെ ആരാ? സിരിയസ് ജോണിന്റെ ബുദ്ധിണ്ടടാ എന്ന് പറഞ്ഞു എന്നോട്. തക്ബീർ ചെല്ലിയ കോയത്തക്കാരോട് പറയാ പോയിട്ട് എന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കാം നിങ്ങൾ. അന്ന് നമ്മളെ കുറെ കുറ്റം പറഞ്ഞവർ വേറെന്താ മാർഗം? ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുലമയുടെ ബുദ്ധി അങ്ങനെയായിരുന്നു. ആ ബുദ്ധിയുള്ള ബഹുമാനപ്പെട്ട ഷെയ്ഖുനായെ പോലും അവര് ഒന്നിനും തിരിയാത്ത വ്യക്തിയാക്കി ആക്ഷേപിച്ചില്ലേ? എന്തിനധികം റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് അവർ പറഞ്ഞ വാക്കെന്താ? ആ കണ്ണിയത്ത് ഉസ്താദ് അത്തും വിത്തുമാണ്, ബുദ്ധിക്ക് സ്ഥിരതയില്ല. ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖിഖീന്റെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ അനുഭവങ്ങൾ നോക്ക് നിങ്ങൾ. അദ്ദേഹം ഈ വാക്ക് കേട്ടതിൽ വേദനിച്ചുകൊണ്ട് ചെയ്ത പ്രവർത്തനം അത്തും വിത്തു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിൽ വിഷമിച്ചു. ആരോ പറഞ്ഞു കൊടുത്താന്ന് പറഞ്ഞാൽ അദ്ദേഹം മലപ്പുറത്ത് മറുപടി പറഞ്ഞു, ആരും എനിക്ക് പറഞ്ഞു തന്നതല്ല, ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞതാ. അദ്ദേഹം പരസ്യമായി പറഞ്ഞു. പക്ഷേ അത്തും വിത്തുമാണെന്ന് ചിലർ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് വിഷമിച്ചു. പക്ഷേ അദ്ദേഹം എന്താ പ്രതികരിച്ചത്? അന്നത്തെ ചരിത്രം അറിയുന്നവർക്കറിയാം. കണ്ണൂർ ജില്ലയിലെ ഒരു വിശദീകരണ സമ്മേളനത്തിന് വേണ്ടി കണ്ണിയത്ത് ഉസ്താദ് പോകുമ്പോൾ നന്ദി ദാറുസലാം അറബി കോളേജിന്റെ അടുത്ത് ചെന്നപ്പോൾ എനിക്കിവിടെ കയറണം എന്ന് പറഞ്ഞു. എനിക്കിവിടെ കയറണം. ബഹുമാനപ്പെട്ട ഷെയ്ഖുനായി അവിടെ കയറ്റി. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുലമ അവിടെ ഉണ്ട്. ശംസുലമയുടെ ഉസ്താദാ. ശംസുലമ ഇറങ്ങി വന്നു, സ്വീകരിച്ചു. അങ്ങനെ സ്വീകരിച്ച് ബഹുമാനപ്പെട്ടവർ ഉടനെ പറഞ്ഞു, എനിക്ക് ഒതുണ്ടാക്കണം ഉറക്കെ. ഉടനെ തന്നെ അദ്ദേഹത്തിന് പ്രത്യേകം പാകപ്പെടുത്തിയ വെള്ളം കൊണ്ടുവന്നു. പാകപ്പെടുത്തിയ വെള്ളം കൊണ്ടുവന്ന് ആ വെള്ളം ഒഴിച്ചുകൊണ്ട് വുളൂ തുടങ്ങുന്ന സമയത്ത് ഷെയ്ഖുന ബഹുമാനപ്പെട്ട ശംസുലമയോട് പറഞ്ഞു, ഞാൻ വുളൂ ചെയ്യുന്നത് ശരിക്കും നോക്കണം. അതൊരു പുതിയ അനുഭവ. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുലമ ഭവ്യതയോടെ ഉസ്താദ് വുളൂർക്കാൻ നോക്കിയിരുന്നു. വുളൂക്കെ കഴിഞ്ഞ് വുളൂവിന്റെ പ്രാർത്ഥന നിർവഹിച്ചു. കണ്ണിയത്ത് അവർ ചോദിച്ചു, ഞാൻ വുളൂ ചെയ്യുന്നത് ശരിക്കും കണ്ടോന്ന് ചോദിച്ചു. കണ്ടു. ഞാൻ നോക്കി നിന്നു. എന്റെ വുളൂല് വല്ല കുറവുണ്ടോ? ഒരു കുറവില്ല. ഇടത് കൈയിന്റെ ചെറുവിരൽ കൊണ്ട് കാലിന്റെ വിരലുകൾ തിക്കകെറ്റിക്കഴുകുന്ന സുന്നത്ത് വരെ അങ്ങ് എടുത്തിട്ടുണ്ട്. ഒക്കെ കാമിലാണ്. ഇതങ്ങ് കേട്ടപ്പോ ഷെയ്ഖുന കണ്ണിയത്ത് ഉസ്താദ് റഈസുൽ മുഹഖിഖീൻ 2 കയ്യും പൊക്കിയിട്ട് അൽഹംദുലില്ലാ 3 വട്ടം പറഞ്ഞു.
കണ്ടു നിന്നവർക്ക് ആർക്കും എന്താണെന്ന് മനസ്സിലായില്ല, എന്താണ് ഈ ചെയ്യുന്നതെന്ന് പിടുത്തം കിട്ടിയില്ല. ബഹുമാനപ്പെട്ട ശൈഖുന അങ്ങനെ ചെയ്തപ്പോൾ ചോദിക്കാൻ ആർക്കും ധൈര്യമില്ല. കണ്ണിയത്ത് ഉസ്താദിനോട് ശംസുലമ ചോദിച്ചു, എന്താണ് അങ്ങ് ചെയ്തത്? അസമയത്ത് വരുന്നു ഉദു കൊടുക്കണമെന്ന് പറയുന്നു. അസമയത്ത് വന്ന് ഉദു കൊടുത്തിട്ട് അദ്ദേഹം നിങ്ങൾ ഇങ്ങനെ പറയുന്നു, അൽഹംദുലില്ലയൊക്കെ പറയുന്നു. എന്താ ഇത്? എന്നോട് നോക്കാൻ പറയുന്നു. എന്താണ് ഇതിന്റെ സിർറ് പറഞ്ഞു തരണം. ഭവ്യതയോടുകൂടി ശൈഖുന ശംസുലമ കണ്ണിയത്ത് ഉസ്താദിനോട് പറഞ്ഞപ്പോൾ ഉസ്താദ് വളരെ വിഷമിച്ചുകൊണ്ട് മനസ്സ് പൊട്ടിക്കൊണ്ട് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അത്രേ. അതുവരെ ശബ്ദത്തിൽ സംസാരിച്ചിരുന്ന കണ്ണിയത്ത് ഗദ്ഗദ കണ്ഠനായി പറഞ്ഞു, വേദനയോടുകൂടി പറഞ്ഞു, ഈ പുരുഷാരം മനസ്സിലാക്കണം. അദ്ദേഹം പറഞ്ഞ വാചകം തഖ്വയുള്ള ഒരു പണ്ഡിതന്റെ മനസ്സിൽ നിന്ന് ഉത്ഭൂതമായ വാചകം, എനിക്ക് അത്തും വിത്തുമാണ്, എന്റെ ബുദ്ധിക്ക് സ്ഥിരതയില്ല എന്ന് ചില കുട്ടികൾ എവിടെയൊക്കെ പ്രസംഗിക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടു. അങ്ങനെ ചിലരൊക്കെ എന്നോട് വന്ന് പറഞ്ഞു, എന്റെ ബുദ്ധിക്ക് സ്ഥിരതയില്ലെങ്കിൽ, ബുദ്ധിക്ക് തകരാറുണ്ടെങ്കിൽ ഉദു ശരിയാവൂലല്ലോ. ഉദു ശരിയാണെന്ന് നിങ്ങൾ ഉറപ്പ് പറഞ്ഞപ്പോ എന്റെ ബുദ്ധിക്ക് പടച്ചറപ്പ് ഒരു തകരാറും വരുത്തിയിട്ടില്ല എന്നെനിക്ക് ബോധ്യമായി. ഇബാദത്ത് പഴക്കൂലല്ലോ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അതാണ് കണ്ണിയത്ത് റഈസുൽ മുഹഖിഖീൻ. ആ റഈസുൽ മുഹഖിഖീനെ കോടതി കയറ്റിയവരെ സമുദായവും അള്ളാഹുവും വെറുതെ വിടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആ റഈസുൽ മുഹഖിഖീനെ 1-ാം പ്രതി ചേർത്തുകൊണ്ടല്ലേ ഇവർ കേസ് കൊടുത്തത്? ശംസുലമയെ 2-ാം പ്രതി ചേർത്തുകൊണ്ടല്ലേ കേസ് കൊടുത്തത്? ഈ ശംസുലമയിൽ നിന്നല്ലേ ഇവർ സുന്നത്ത് ജമാഅത്ത് പഠിച്ചത്? ഈ ശൈഖുനായിൽ നിന്നാ സുന്നത്ത് ജമാഅത്ത് പഠിച്ചത്. ആ ശൈഖുന ശംസുലമയുടെ ജീവിച്ചിരിക്കുന്ന കറാമത്ത് കണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെ കാണുമ്പോ എന്താണ് അവർക്ക് പറയാനുള്ളത് ആലോചിച്ച് നോക്ക്. ശംസുലമ മരിക്കുന്ന 1996 എന്ന് പറഞ്ഞാൽ ഇവര് വേറിട്ട് പോയി 7 കൊല്ലം കഴിഞ്ഞിട്ട്, 7 കൊല്ലം ശംസുലമ ഇരുത്തിയിട്ട് 7 കൊല്ലം ജനറൽ സെക്രട്ടറിയായി. ശംസുലമ മരിച്ചിട്ടാണെങ്കിൽ പിന്നെ നമുക്ക് ചർച്ച ചെയ്യാമായിരുന്നു. ശംസുലമ ജീവിച്ചിരിക്കുന്ന 7 കൊല്ലം അദ്ദേഹത്തിന് സമാന്തര സംഘടന. ആരാ റഈസുൽ മുഹഖിഖീൻ? റഈസുൽ മുഹഖിഖിന്റെ ജീവിതത്തിലെ വല്ല സുന്നത്ത് ജമാഅത്തിന് എതിര് നടന്നോ? ആ റഈസുൽ മുഹഖിഖീൻ എന്നാ മരിക്കുന്നത്? കണ്ണിയത്ത് ഉസ്താദ് മരിച്ചു പോകുന്നത് 1993 4 കൊല്ലം അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഇവർ സംഘടന കൊണ്ടു നടന്നു. 4 കൊല്ലം സമത്തയിൽ നിന്ന് ഇവർ ഭിന്നിച്ച് പുതിയ സംഘടന ഉണ്ടാക്കി. 4 കൊല്ലം കണ്ണിയത്ത് ജീവിച്ചിരിപ്പുണ്ട്. എന്നിട്ട് കണ്ണിയത്തിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നീക്കിയിട്ട് ഇവർ പ്രസിഡന്റായി. എങ്ങനെ 6 പേരെയാണ് നീക്കിയത്. 6 ആള് യോഗം ചേർന്ന് 34 ആൾ അങ്ങോട്ട് പുറത്താക്കി. ലോകത്തിലെ ഏറ്റവും വലിയ വിരോധാഭാസം. 6 ആള് കൂടിയിട്ട് 34 ആളെ പുറത്താക്കുക. എന്നിട്ട് അരവിന്ദാശ്രമേനൊരു ഉപദേശപ്രകാരം മുഷാവറ ഉണ്ടാക്കുക. ഞാൻ ചരിത്രമാണ് പറയുന്നത്, ആരെയും ദ്രോഹിക്കാൻ വേണ്ടി പറയുകയല്ല. കളവ് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ദീൻ പ്രചരിപ്പിക്കാൻ കഴിയില്ല. എന്റെ സുഹൃത്തോടെ പറഞ്ഞില്ലേ, നമ്മൾ മദ്യത്തിലാണ് നിന്നത്. ചിലർ സുന്നത്തിനെ നിഷേധിച്ചു, ബർക്കത്തിനെ നിഷേധിച്ചു. നമ്മൾ ഉണ്ടെന്ന് സ്ഥാപിച്ചു. ഇവരോ ഇല്ലാത്ത ബർക്കത്തുണ്ടാക്കുക. സ്വന്തം രോമം എടുത്തു വെച്ചുകൊണ്ട് ജനങ്ങൾക്ക് വെള്ളത്തിൽ മുക്കിക്കൊടുത്താൽ സമ്മേളനം വിജയിക്കും. റസൂലുള്ളാഹിന്റെ മുടിയാവോ? എന്താ ഈ ചെയ്യുന്ന പ്രവർത്തനം? അതിന്റെ സനത് ചോദിച്ചിട്ട് ഇതുവരെ പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ പല സ്ഥലത്തും പറഞ്ഞു, നമുക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചത് കൊണ്ട് കാര്യമില്ലല്ലോ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ കേശം എവിടെയെങ്കിലും ഇപ്പൊ ഉണ്ടെങ്കിൽ ജീവൻ കൊടുത്താൽ അത് കിട്ടുമോ? കിട്ടൂലല്ലോ. ഒരാളും അത് കൊടുക്കൂലല്ലോ. അത്രയും പുണ്യമായി മുസ്ലിം ലോകം കണക്കാക്കുന്ന ഒരു സാധനം. ഞാൻ തിരിച്ചു വരുന്നു പറഞ്ഞ വിഷയത്തിലേക്ക്. ആ റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദിനെ ധിക്കരിച്ചതുപോലെ ബഹുമാനപ്പെട്ട ശംസുലമയെ പരസ്യമായി ധിക്കരിച്ചു. ശംസുലമയുടെ കറാമത്തൊക്കെ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആളുകളില്ലേ? തൃശ്ശൂർ ജില്ലയിലെ ചെറുവാളൂർ ഹൈദ്രോസ് മുസ്ലിയാർ, നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു നോക്ക്. തൃശ്ശൂരിലെക്കാർ ഇവിടെ ഉണ്ടാവുമല്ലോ. ഈ ചെറുവാളൂർ ഹൈദ്രോസ് മുസ്ലിയാർ എന്ന് പറയുന്ന വ്യക്തി ഇന്നും ജീവിച്ചിരിക്കുന്ന വ്യക്തിയാ. അദ്ദേഹം ചെമ്മിനി ഡാമിനടുത്ത് ദാറുത്തഖ്വയിൽ ജോലി ചെയ്യുന്നു, അതിന്റെ പ്രിൻസിപ്പളായിട്ട്. അദ്ദേഹം MT ഉസ്താദിന്റെ ഒക്കെ കൂടെ ജാമ്യയിൽ പഠിച്ച ആളാ. അദ്ദേഹം ശൈഖുനായുമായിട്ട് വലിയ ബന്ധമാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവം പറയുന്നു. ചെവിയുടെ 2 ഡ്രമ്മിന് ദ്വാരം വന്നു. ദർസ് നടത്താൻ കഴിയുന്നില്ല, സംസാരിച്ച വേദന. അദ്ദേഹം തന്നെ പറയുന്നു, അദ്ദേഹം വളരെ ഗൗരവത്തോടുകൂടി ഈ വിഷയം പരിശോധിക്കാൻ തൃശ്ശൂരിലെ പ്രഗത്ഭരായ ഡോക്ടർമാരെ കണ്ടു. 1-ലധികം ENT ഡോക്ടർമാർ പറഞ്ഞു, ഓപ്പറേഷൻ അല്ലാതെ വേറെ മാർഗമില്ല, ഓപ്പറേഷൻ ചെയ്തേ പറ്റൂ, ഓപ്പറേഷൻ ചെയ്യണമെന്ന് വിധിച്ചു. എഴുതി കൊടുത്തു. ചെവിയുടെ 2 ഡ്രമ്മിന് ദ്വാരമുണ്ട്, എവിടെ കൊണ്ടേയും പരിശോധിക്കാം. ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്തു. അദ്ദേഹം ഓപ്പറേഷന് തീരുമാനിച്ചു. മനസ്സുകൊണ്ട് നേരെ വന്നു കോഴിക്കോട്ട്. ഉസ്താദിനോട് പറഞ്ഞു, ശൈഖുന ശംസുലമയെ ചെന്ന് കണ്ടു. ശൈഖുനായെ ചെന്ന് കണ്ടിട്ട് ശൈഖുനായോട് പറഞ്ഞു, ശൈഖുന ഞാനിങ്ങനെ ഓപ്പറേഷന് പോവാൻ, എന്താ വിഷയം എന്ന് വെച്ച് ഇന്നതാന്ന് പറഞ്ഞു. ശൈഖുന പറഞ്ഞു, അവിടെ ഇരിക്കട്ടെ, നമുക്ക് ഈ വിഷയം മുത്തുപ്പേട്ടിലെ ദാവൂദുൽ ഹക്കീം തങ്ങൾക്ക് വിടാം. അങ്ങനെ പറഞ്ഞത്. മുത്തുപ്പേട്ടയിലെ ദാവൂദുൽ ഹക്കീം തങ്ങൾക്ക് വിടാം, ഞാൻ അവിടേക്ക് ഫാത്തി ഓതാം, നിങ്ങളും ഫാത്തി ഓതിക്കോ, അവര് കൈകാര്യം ചെയ്യട്ടെ, ഓപ്പറേഷൻ വരട്ടെ എന്ന്. അത് പറഞ്ഞതിന്റെ അന്ന് അദ്ദേഹം നാട്ടിൽ വന്നു. പിന്നെ ചെറുവാളൂരിലേക്ക് പോയാൻ വേണ്ടി കുരുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി കയറി തൊർണൂരെത്തി. അസർ നിസ്കരിക്കാൻ പള്ളിയിൽ പോയി. ക്ഷീണം തോന്നിയപ്പോൾ ഒന്ന് കിടന്നുറങ്ങിയതാ. ആളിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ആ ഉറക്കത്തിൽ അദ്ദേഹം എന്തൊക്കെയോ സ്വപ്നം കണ്ടു. ചില ആളുകൾ വരുന്നു, ചില പ്രവർത്തനം നടത്തുന്നു. എഴുന്നേറ്റ് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചെവിക്കൊരു വേദനയില്ല. നേരെ ഡോക്ടർമാരെ ചെന്ന് പരിശോധിച്ചു. ചെവിയുടെ ഡ്രം അടഞ്ഞിരിക്കുന്നു, ഒരു പ്രശ്നമില്ല, യാതൊരു കുഴപ്പമില്ല, ഓപ്പറേഷൻ ചെയ്ത പോലെ സുഖമായിരിക്കുന്നു. ബഹുമാനപ്പെട്ട ശൈഖുന ശംസുലമക്ക് ആ മക്കാമുമായുള്ള ബന്ധം നേരത്തെ സഹപ്രവർത്തനം പറഞ്ഞല്ലോ. ആ മക്കാമിൽ കവിത എഴുതി വെച്ച യാ ശൈഖനാ യാ ശൈഖ ദാവൂദ് അൽ ഹകീമിൽ അളമി, വളരെ മനോഹരമായി കവിത എഴുതി വെച്ചില്ലേ. ആ രീതിയിൽ
ബഹുമാനപ്പെട്ടവർ ആ കവിത ഇപ്പോഴും സമത്വയുടെ സ്മരണികളിൽ മനോഹരമായിട്ട് ആ കവിതയിൽ ദാവൂദുൽ ഹക്കീം തങ്ങളെ മനോഹരമായി പുകഴ്ത്തുന്ന കവിത ആ മക്കാമുമായി വല്ലാത്ത ബന്ധമായിരുന്നു. ഔലിയാക്കളുടെ അർവാഹിനെ ഇസ്തിഗ്ഫാർ ചെയ്യാൻ ശൈഖുനാക്ക് പ്രത്യേക കഴിവുണ്ടായിരുന്നു. അതാണ് ശൈഖുനാ ശംസുൽ ഉലമ. ആ മഹാനായ ശംസുൽ ഉലമയെ ധിക്കരിച്ചുകൊണ്ട് സംഘടന ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്തിനധികം അദ്ദേഹം തന്റെ ജീവിത കാലഘട്ടത്തിൽ പച്ചവെള്ളം പോലെ നമുക്ക് തെളിയിച്ച് കാണിച്ചു തന്നില്ലേ? വരക്കല മക്കാമിൽ കിടന്നുറങ്ങിക്കൊണ്ട്. അതിലപ്പുറം എന്താ വേണ്ടത്? ഒരു സംഘത്തിന്റെ, ഒരു സമൂഹത്തിന്റെ വിശ്വാസത്തിൽ ചൂഷണം വരുത്തിക്കൊണ്ട് അവരെ തെറ്റായ മാർഗത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ ഒരു സമൂഹം ശ്രമിച്ചപ്പോ, സമത്വയുടെ പന്ഥാവിൽ നിന്ന് ശൈഖുനെ വ്യതിചലിച്ചിരിക്കുന്നു എന്ന് പരസ്യമായി പറഞ്ഞപ്പോ അദ്ദേഹം ഉറക്കെ കലിമ ചൊല്ലി മരിക്കുന്ന രംഗം പടച്ചിറപ്പ് നമ്മളെ കാണിച്ചു തന്നു. തന്നെയുമല്ലല്ലോ, ആ മഹാനുഭാവൻ മരിക്കുന്നതിന്റെ മുമ്പ് സയ്യിദ് അബ്ദുറഹ്മാൻ അസ്സേരി തങ്ങളെ സമത്വയുടെ പ്രസിഡന്റാക്കി പ്രത്യേകം ചുമതലപ്പെടുത്തി. ചിലർ ചോദിച്ചു എന്തിനാ അദ്ദേഹത്തെ പ്രസിഡന്റാക്കിയത് എന്ന്. അദ്ദേഹത്തെ പ്രസിഡന്റാക്കിയത് കൊണ്ട് മാത്രമാണ് വരക്കൽ മക്കാമ് സമത്വക്ക് കിട്ടിയത്. പണമുള്ളവർ ഇവിടെ ഉണ്ടായിരുന്നു, സൗകര്യമുള്ളവരുണ്ടായിരുന്നു, അന്വേഷിച്ചിരുന്നു, വില പറഞ്ഞിരുന്നു, കൊടുത്തില്ലല്ലോ. ആ വരക്കൽ മക്കാം അതിന്റെ ഉടമകൾ അസ്ഗരിത്തങ്ങളായപ്പോൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. സമത്വക്ക് രജിസ്റ്റർ ചെയ്തു കൊടുത്തു. അവിടെ ബഹുമാനപ്പെട്ട ശൈഖുനായുടെ മയ്യത്ത് വെക്കുവാൻ ബഹുമാനപ്പെട്ട ശൈഖുന താല്പര്യപ്പെട്ടു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു റൗളയിൽ മയ്യത്ത് വെക്കാൻ ആഗ്രഹിച്ചതുപോലെ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞില്ലേ, എന്റെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ മാർഗത്തിൽ ഈ ജനങ്ങളെ നയിച്ചു എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബ് എന്നെ സ്വീകരിക്കും. റൗളക്ക് മുമ്പിൽ എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിച്ച് നിസ്കരിച്ച് കൊണ്ടുപോയി വെച്ചാൽ മതി. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അത്ര വലിയ പ്രതിസന്ധി സഹിച്ച മഹാന. കള്ളപ്രവാചകന്മാര്, സക്കാത്ത് കൊടുക്കാത്തവർ, സകലരെയും ഒതുക്കി ആ സിദ്ദീഖ് തങ്ങളെ മയ്യത്ത് കൊണ്ടുപോയി റൗളക്ക് മുമ്പിൽ വെച്ചപ്പോ പറഞ്ഞു അദ്ഖിലിൽ ഹബീബ ഇലൽ ഹബീബ്. മനോഹരമായിട്ട് മയ്യത്താണ് കയറ്റി. ഇങ്ങോട്ട് കയറ്റാൻ പറഞ്ഞു, കയറ്റി. അതേ പാരമ്പര്യം ഖുലഫാഉർ റാഷിദീങ്ങളിൽ രണ്ടാമന്റെ പാരമ്പര്യം, ഒന്നാമന്റെ പാരമ്പര്യം നിങ്ങൾ നോക്കണം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പാരമ്പര്യം. ശൈഖുന പറഞ്ഞു, ഞാൻ സമത്വക്ക് വേണ്ടിയാ പ്രവർത്തിച്ചത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 70ാം വാർഷികത്തിന്റെ ഈ വേദിയിൽ വെച്ച് ശൈഖുന ഇവിടെ വെച്ച് ഈ മണൽത്തരികളെ പുളകം കൊള്ളിച്ച് പറഞ്ഞു, പടച്ചവനെ, ചെറുപ്പം മുതൽ ഈ സംഘടനക്ക് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങിയതാണ്. അല്ലാഹുവേ, നീ കബൂൽ ചെയ്യണേ. അങ്ങനെ ഒരു പ്രാർത്ഥന ശൈഖുനാന്റെ ജീവിതത്തിൽ ഒരു പ്രസംഗത്തിൽ നമ്മൾ കേട്ടിട്ടില്ല. വിദ്യാർത്ഥിനെതിരെ ആഞ്ഞടിച്ച പ്രസംഗത്തിന്റെ അന്ത്യത്തിൽ പറഞ്ഞു, റബ്ബേ, ഈ സംഘടനക്ക് വേണ്ടി ചെറുപ്പം മുതൽ ഖിദ്മത്ത് ചെയ്തതാണ്, നീ സ്വീകരിക്കണേ തമ്പുരാനെ. അതൊരൊടുക്കത്തെ വിടമാങ്ങല. ഹജ്ജത്തുൽ വദാഇൽ അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ ഹലാ അൽ ബല്ലഗ്തു എന്ന് ചോദിച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് ദീൻ സമർപ്പണം ചെയ്തുകൊണ്ട് തിരിച്ചു പോയതുപോലെ, വിടവാങ്ങൽ പ്രസംഗം ചെയ്ത പോലെ അദ്ദേഹം പറഞ്ഞു, ഞാനിത് സത്യത്തിൽ കൊണ്ടു നടന്നിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്, അർപ്പണബോധത്തോടെ പറഞ്ഞു. പിന്നെ ആശുപത്രിയിലായി അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. ആ മഹാൻ മരിക്കുമ്പോൾ പറഞ്ഞു, എന്റെ മയ്യത്ത് വരക്കലത്തങ്ങൾ സ്വീകരിക്കും, സ്വീകരിച്ചില്ലെങ്കിലേ വേറെ നോക്കണ്ടു. ഞാൻ വരക്കലത്തങ്ങളെ ആ തൊലീക്കാണ് ഇവിടെ വളർത്തിയിട്ടുള്ളത്. എന്റെ ഉപ്പാപ്പ അവിടെ കിടക്കുന്നുണ്ട്. വരക്കൽ മക്കാമിലേക്ക് ബഹുമാനപ്പെട്ട മുല്ലക്കോയത്തങ്ങൾ അദ്ദേഹത്തെ കൈ പിടിച്ച് മാടി വിളിച്ചില്ലേ? അവിടെയല്ലേ മരണപ്പെട്ട് കിടക്കുന്നത്? ബുദ്ധിയും വിവേകവുമുള്ള മനുഷ്യന്റെ മക്കൾക്ക് വേറെന്താ തെളിവ്? ഇതിന്റെ ജനറൽ സെക്രട്ടറി ASSFന്റെ പിറവിക്ക് നമുക്ക് ഊർജം പകർന്ന മഹാൻ, ഈ സംഘടനയ്ക്ക് വേണ്ടി എന്നും പ്രവർത്തിച്ച് നമുക്ക് ആവേശം പകർന്ന മഹാൻ, അദ്ദേഹം അതാ വരവ മനോഹരമായി അവിടെ കടന്നിറങ്ങുന്നതിൽ അപ്പുറം എന്താ? ആര് പറഞ്ഞാലും നമ്മൾ മാറൂല മനസ്സെന്ന്. നമ്മുടെ മനസ്സിൽ നിന്ന് ശൈഖുനായുള്ള വിശ്വാസം മാറ്റാൻ കഴിയില്ല. തളിപ്പറമ്പിലെ പെരുവണയിൽ മദ്രസയിലെ സിലബസ് മാറ്റിയപ്പോ കേസ് ഏറ്റെടുക്കാൻ കഴിയാതെ പോയ വക്കീലിന്റെ ബെഡ്റൂമിലേക്ക് അർദ്ധരാത്രി സ്വപ്നത്തിൽ വന്നുകൊണ്ട് കൃഷ്ണൻ നായർക്ക് ഇത് പറഞ്ഞു കൊടുത്ത് അദ്ദേഹത്തെ കൊണ്ട് കേസ് ഏറ്റെടുപ്പിച്ച സംഭവം പെരുവണയിലെ കുട്ടികളോട് ചോദിച്ചു നോക്കൂ. അവിടുത്തെ കുട്ടികൾ പറഞ്ഞു തരുമല്ലോ. PPS മുല്ലക്കോയത്തങ്ങൾ ഇതിന് സാക്ഷിയല്ലേ, നമ്മൾ പത്രത്തിൽ എഴുതിയില്ലേ. ദീർഘിപ്പിക്കാതിരിക്കാനാണ് ഞാൻ പറയാതിരിക്കുന്നത്. നമ്മുടെ ചെറുപ്പക്കാർ മനസ്സിലാക്കണം, ഒരു അമുസ്ലിം വക്കീലിന് പോലും സമത്വയുടെ കേസ് ഏറ്റെടുക്കണം എന്ന് ശൈഖുന ബോധനം നൽകുന്നു. അദ്ദേഹം ദിവ്യബോധനം നൽകുന്നു. ഞാൻ ഉറച്ചു പറയുന്നു, വരക്കല മക്കാമിൽ കിടന്നുകൊണ്ട് സമത്വയുടെ ബാനി ഹദറത്തിന്റെ കാൽപ്പാട് തൊട്ടുകിടന്നുകൊണ്ട് ശൈഖുന ശംസുൽ ഉലമ ആത്മീയമായി നമ്മളെ നിയന്ത്രിക്കുന്നുവെങ്കിൽ ഒരു സമ്മേളനത്തിന്റെ ഓലപ്പന്തൽ പറന്നാലൊന്നും ഈ സമൂഹത്തെ പിടിച്ചു കെട്ടാൻ ഒരു ശക്തിക്കും സാധ്യമല്ലെന്ന് ആർജവത്തോടെ നമ്മൾ വിശ്വസിക്കണം. ജീർണതക്കെതിരെ ജിഹാദ് നയിച്ചിട്ടുണ്ട്. കേരളത്തിലെ വിദ്വത്തുകാർ പോലും മൂക്കത്ത് വിരൽ വെച്ചിട്ടുണ്ട്. ജീർണതക്കെതിരെ ജിഹാദ്. ഇവിടെ തീവ്രവാദ പ്രസ്ഥാനം മെഴുകുതിരി വട്ടത്തിൽ കൊച്ചുകുട്ടികളെ വളർത്തി ഈ സമൂഹത്തിൽ അപകടകാരികളെ സൃഷ്ടിച്ചുകൊണ്ട് തീവ്രവാദികൾ ഉണ്ടാക്കി. ഉമ്മാക്ക് മയ്യത്ത് പോലും കാണാൻ പറ്റാത്ത അവസ്ഥാവിശേഷം സൃഷ്ടിക്കാൻ ആളുകൾ ശ്രമിച്ചപ്പോ അത് തെറ്റാണെന്ന് നട്ടല്ലുയർത്തിപ്പിടിച്ചുകൊണ്ട് ആദ്യം തുറന്നു പറഞ്ഞ സംഘടന ഈ മഹത്തായ പ്രസ്ഥാനമാണ്. അത് പറഞ്ഞതിന്റെ പേരിൽ നമ്മുടെ യോഗങ്ങൾ കയ്യേറാനോ പാണക്കാട് സയ്യിദ് കുടുംബം പങ്കെടുക്കുന്ന യോഗത്തിൽ അപസ്വരമുണ്ടാക്കാനോ കേരളത്തിൽ എന്ത് തണ്ടും തടിയുമുള്ളവൻ ശ്രമിച്ചാലും ശരി, അതൊക്കെ പിടിച്ചു കെട്ടാൻ മാത്രം ഈ സമൂഹം വളർന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന് ആർജവത്തോടെ നമുക്ക് കാണിച്ചു കൊടുക്കാം.
പോകാം, ഒരിക്കലും നമ്മൾ അക്രമത്തിന്റെ മാർഗം സ്വീകരിക്കില്ല. ആ പൂതിയൊക്കെ ശരിക്കും അവരെ മനസ്സിലിരുന്ന് കൊള്ളട്ടെ. സത്യത്തിൽ ആ ഒരൊറ്റ പ്രവർത്തനം അവരുടെ ഗ്രാഫ് നേരെ കുത്തനെ താഴ്ത്തിയിരിക്കുന്നു. ചെറുശ്ശേരി ഉസ്താദ് യോഗം ഉദ്ഘാടനം ചെയ്തപ്പോൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? അത് ഒറ്റ കാരണം കൊണ്ട് തന്നെ അവരുടെ തകർച്ച ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു തർക്കവുമില്ല. ജനസമൂഹത്തിന്റെ മനസ്സിൽ നിന്നും അവർ മാറ്റി നിർത്തപ്പെടും. ഈ സയ്യിദ് കുടുംബത്തോട് അപമര്യാദ കയ്യേറിയെന്നൊന്നും ഞാൻ പറയുന്നില്ല, അതിനൊന്നും നമ്മുടെ ധൈര്യം അവർക്കില്ല, ആയിട്ടുമില്ല. പക്ഷേ പാണക്കാട് തങ്ങന്മാർ പങ്കെടുക്കുന്ന യോഗത്തിൽ ഒരു അപസ്വരം പോലും ഉണ്ടായ ചരിത്രം കേരളത്തിലില്ല. അത്തരം അവസരം സൃഷ്ടിക്കാൻ ആര് ശ്രമിച്ചാലും അവരെയൊക്കെ ഈ സമൂഹത്തിന്റെ ഈ കാണുന്ന സാഗരം പോലെ തടിച്ചുകൂടിയ ചുണക്കുട്ടികൾ മഴ പെയ്താലും കാറ്റും കോളും വന്നാലും എന്ത് വന്നാലും അഗ്നിക്ക് പോലും കരിച്ചു കളയാൻ കഴിയാത്ത ആദർശ പ്രതിബദ്ധതയുള്ള ഈ സമൂഹത്തിന്റെ മുമ്പിൽ അവരൊക്കെ തൃണവൽഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സമത്വയുടെ കുട്ടികൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് ആവർത്തിച്ച് പ്രഖ്യാപനം. അതിന്റെ പ്രഖ്യാപന സമർപ്പണ സമ്മേളനമാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ മനസ്സിലാക്കണം, ഈ രീതിയിൽ തീവ്ര ഭീകര പ്രവർത്തനം നമ്മുടെ സമൂഹത്തിൽ നടന്നാലോ എന്തായിരിക്കും അതിന്റെ പരിണിതഫലം? ഈ സമൂഹത്തിൽ ഇന്ന് മുസ്ലിം സമൂഹം സമത്വയുടെ ബാനറിൽ ഉണ്ടാക്കി വെച്ച സൽപ്പേര് മുഴുവൻ നശിക്കും. നമ്മുടെ മദ്രസകൾ മുഴുവൻ നടത്തിക്കൊണ്ടു പോകാൻ കഴിയാത്ത അവസ്ഥ വരും. ആ രീതിയിൽ മുസ്ലിം ഉമ്മത്തിന്റെ മുഖച്ഛായ കറുപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കെതിരെ ആദർശ ശുദ്ധിയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകണം. മദ്യപാനവും വ്യഭിചാരവും തിന്മകളും ഒക്കെ ഇവിടെ എമ്പാടും ചർച്ച ചെയ്യപ്പെട്ടത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു പോകുന്നില്ല. അവസാനമായി എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് പറയുവാനുള്ളത്, നമ്മൾ ആദർശപരമായി സത്യസന്ധമായ ഒരു പാതയിലാണ് നിൽക്കുന്നത്. നമ്മുടെ മഹാന്മാരായ നേതാക്കൾ ഇവിടെ വെച്ച് വിടവാങ്ങിയ മാനു മുസ്ലിയാർ പോലും വലിയൊരു ജനാവലിയെ സാക്ഷി നിർത്തിക്കൊണ്ട് വിടവാങ്ങി. സെയ്ദ് ഉമർ അലി ശിഹാബ് അതുപോലെ പലരും. ഇപ്പൊ ചിലർ പറയുന്നു ചെമ്പരിക്കാദിയുടെ മരണം എങ്ങനെയാ? എന്താ തർക്കം? അദ്ദേഹം മദ്ലൂമാണ്, ആക്രമിക്കപ്പെട്ടവനാണ്. അൽ മഖ്തൂലു ദുൽമൻ ഫഹുവ ഷഹീദുൻ ഇൻദല്ലാഹ്. അള്ളാഹുവിങ്കിൽ ഷഹീദാണ്. അള്ളാഹു ആ മഹാന് ഷഹീദിന്റെ കൂലി കൊടുക്കുമാറാവട്ടെ. ഇസ്ലാമിൽ ഷഹീദുമാരുണ്ടായിട്ടുണ്ട്, ഇവർ പഠിച്ചിട്ടില്ലേ? ഖുലഫാഉർ റാഷിദീങ്ങളിൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കഴിഞ്ഞാൽ ഉമർ അൽ ഫാറൂഖ് തങ്ങൾ എങ്ങനെയാ മരിച്ചത്? അക്രമിയുടെ കുത്തേറ്റ്. ബഹുമാനപ്പെട്ട ഉസ്മാൻ തങ്ങൾ എങ്ങനെയാ മരിച്ചത്? അലി റളിയല്ലാഹു തആല എങ്ങനെയാ മരിച്ചത്? അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരെ പോലും വഞ്ചിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പ്രബോധകരെ വേണമെന്ന് പറഞ്ഞപ്പോ ഹുദൈൽ ഗോത്രത്തിന്റെ ഉപഗോത്രത്തിന് 6 പേരെ കൊടുത്തില്ലേ പ്രവാചകർ? മർസദ് ബിൻ അബി മർസദിനെ പോലെ, ഖാലിദ് ബിൻ ബുഖൈറിനെ പോലെ, ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ പരിശുദ്ധ ഇസ്ലാമിൽ പ്രഗത്ഭനായിരുന്ന ആസിബ് ബിൻ സാബിത്തിനെ പോലെ, ഖുവൈബ് റളിയല്ലാഹു തആലയെ പോലെ അവരെ റസൂലുള്ളാഹിനെ പോലും വഞ്ചിച്ചുകൊണ്ട് വഴിയിൽ വെച്ച് കൊന്നില്ലേ? ചതിയിൽ ആലിമീങ്ങളെയും സ്വഹാബത്തിനെയും വരെ കൊന്ന ചരിത്രമുണ്ടെങ്കിൽ ചതിച്ചു കൊല്ലാൻ ആർക്കും കഴിയും. വെട്ടത്ത് ചെയ്യാൻ കഴിയാത്തത് ഇരുട്ടത്ത് ചെയ്യുന്നവരുണ്ട്, ചതി ചെയ്യുന്ന ആളുകളുണ്ട്. അത് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടെ ഗവൺമെന്റിനും ഉത്തരവാദപ്പെട്ട ബോഡിക്കുമാണ്. ഒരു കാര്യം തറപ്പിച്ച് പറയുന്നു, CBIക്ക് കൈമാറുമെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമൂഹം നിർത്തിവെച്ച അതിന്റെ സമരമുഖം തിരിച്ചു പിടിച്ചാൽ ഈ ഗവൺമെന്റിന് അലംഭാവ നയം മാറ്റി തിരുത്തേണ്ടി വരുമെന്ന് ഞങ്ങൾ താക്കീത് നൽകുകയാണ്. ഞങ്ങൾ ആർജവത്തോടെ പറയുന്നു, കേരളത്തിലൊരു പണ്ഡിതന്റെ മരണം ഗവൺമെന്റ് ഗൗരവത്തിലെടുക്കണം. ജനങ്ങളെ വഞ്ചിക്കാൻ ഇത് ഉപയോഗപ്പെടുത്തിയാൽ അടുത്ത കാലത്ത് വരുന്ന തീവ്രമായ സമരത്തിന്റെ മുമ്പിൽ, സമാധാന സമരത്തിന്റെ മുമ്പിൽ ജനകീയ ഗവൺമെന്റിന് മുട്ടുമടക്കേണ്ടി വരുമെന്ന് അവസാനമായി സൂചിപ്പിച്ചുകൊണ്ട് ഏത് പ്രതിസന്ധിയിലും പ്രയാസത്തിലും സമ്മേളനം നിർത്തിവെച്ചുവെന്ന് പോലും പ്രചരിപ്പിച്ചിട്ട് ഇത്ര മനോഹരമായി ഇത് വിജയിപ്പിക്കുവാൻ ഇന്ന് ഇവിടെ തടിച്ചുകൂടി ദിവസം മുഴുവൻ ഇതിനു വേണ്ടി വിനിയോഗിച്ച, ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കും നമ്മുടെ ആദർശത്തിന്റെ സത്യസന്ധമായ പാതയിലാണ് നിൽക്കുന്നത് എന്നതുകൊണ്ട് പടച്ചറബ് ഈ ലോകത്തും വിജയം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മെ സഹായിച്ചവർ അല്ലാഹു സഹായിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.